Praise the Lord. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का अति पवित्र नाम को महिमा मिले. കർത്താവ് നമുക്ക് ഒരു അവസരം കൂടെ തന്നല്ലോ. प्रभु ने और भी एक अवसर हमें दिया. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുകയും കർത്താവിന്റെ വചനത്തിന് മനനം ചെയ്യാനും ധ്യാനിക്കുന്നതും ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. प्रभु का पवित्र लोगों, प्रभु की उपस्थिति में रहना, प्रभु का वचन को ध्यान करना, ये सबसे बड़ा धन्य अवस्था है. നമുക്കറിയാം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പരിസ്ഥിതി കൊണ്ടുവരുന്നത് അത് നമ്മുടെ ലാഭത്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. हमारे जीवन में जो भी अवस्थाओं में हमें गुजरना पड़ता है वो हमारा लाभ के लिए, फायदा के लिए. എന്നാൽ ആ ലാഭം നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ അതിന്റെ ലാഭത്തിന് ഗുണം അല്ലെങ്കിൽ അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ല. यदि हमें मिला हुआ ऐसे अवसरों को यदि हमने उसको सही रीति में इस्तेमाल नहीं किया तो हमको उसका लाभ नहीं मिलेगा. നമുക്കറിയാം, കർത്താവ് നമ്മളെ സംസാരിക്കുന്ന പല രീതികളുണ്ട്. प्रभु हमसे बात करने वाला कई प्रकार का रीति है. പഴയ നിയമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വപ്നത്തിലും ദർശനത്തിലും പുരോഹിതന്മാരുടെ കൂടെയായിരുന്നു. पुराना नियम में अगर हम देखेगा तो दर्शन के द्वारा, स्वप्नों के द्वारा, भविष्यताओं के द्वारा प्रभु ने बातें किया. നമ്മള് എബ്രായ ലേഖനം 1:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പഴയ കാലത്തിൽ വിവിധ രീതിയിൽ വേറെ രീതിയിൽ കർത്താവ് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അവസാന സമയത്ത്, അന്ത്യസമയത്ത് കർത്താവ് പുത്രൻ മുഖാന്തരമാണ് നമ്മളോട് സംസാരിക്കുന്നത്. हम लोग इब्रानियों का पत्री पहला अध्याय का पहला वचन में पढ़ता है कि प्रभु ने पुराने समय में पुरखों से भांति भांति में बातें किया, अंत समय में पुत्र के द्वारा हमसे बात किया. അപ്പൊ ഇന്ന് കർത്താവ് പിതാവായ ദൈവം കർത്താവിന്റെ ആലോചന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന, ഹൃദയ ആഗ്രഹം എന്താണ് മനുഷ്യനെ വെളിപ്പെടുത്തി തരുന്നത് പുത്രൻ മുഖാന്തരമാണ്. आज जो भी पिता परमेश्वर हमें प्रभु की इच्छा प्रकट करता है वो पुत्र के द्वारा प्रकट करता है. നമുക്കറിയാം, പുത്രൻ ജീവനുള്ള വചനമാണ്. और हम जानते हैं कि पुत्र बोलेगा तो वो जीवित वचन है. ആ ജീവന്റെ വചനം ഇന്ന് ബൈബിളിന്റെ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. आज उस जीवन के वचन बाइबल की भाषा में वचन रूप में हमें मिला है. അപ്പൊ അത് എത്ര അനുഗ്രഹമുള്ള കാര്യമല്ലേ? ये कितना धन्य बात है. എന്നാൽ എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്, मेरे पास बाइबल है. എന്നാൽ ബൈബിൾ ഉള്ളത് പ്രയോജനം നല്ല കാര്യമല്ലേ? बाइबल हमारे पास होना बहुत अच्छी बात है. എന്നാൽ അത് ഞാൻ വായിച്ചില്ലെങ്കിൽ അതിന്റെ പ്രയോജനത്തിന് അനുഗ്രഹം എനിക്ക് കിട്ടത്തില്ല. परंतु अगर हम वो वचन को ना पढ़े तो फिर उसका आशीष हमको नहीं प्राप्त होगा. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ये बात को हमें अच्छी तरह जानना है. നമുക്കറിയാം, കർത്താവ് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. प्रभु पवित्र आत्मा के द्वारा हमसे बात करता है. നമ്മുടെ പരിസ്ഥിതി അനുസരിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. हमारे एक परिस्थितियों के द्वारा प्रभु हमसे बात करता है. നമ്മള് സഭാ മുഖാന്തരം സംസാരിക്കുന്നുണ്ട്. मंडली के द्वारा प्रभु बात करता है. സഭയിൽ പ്രത്യേകിച്ച് ദേവദാസന്മാരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, അവരിൽ മുഖാന്തരം സംസാരിക്കുന്നുണ്ട്. प्रभु में अगुवाओं के द्वारा हमसे बात करता है. എന്നിട്ട് സഭയുടെ സഹോദരന്മാരുടെ കൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. इसके साथ ही साथ हमारी भाई बहनों के द्वारा प्रभु हमसे बात करता है. ഇതെല്ലാം കർത്താവ് നമ്മൾ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണ് സംസാരിക്കാൻ. ये सारे बात एक रीति में प्रभु हमसे बात करने के लिए इस्तेमाल करता है. എന്നാൽ ഇത് രീതി ഇതിനുണ്ടായിരിക്കെ ഞാൻ പേഴ്സണലി കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആ കേട്ട വചനം അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച ആ വചനത്തിന് ഞാൻ വരുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് മനനം ചെയ്തില്ല, മെഡിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അനുഗ്രഹമായി മാറുമോ? ये सारे मतलब रीति हमारे लिए प्रभु ने किया है, तो भी अब ये बात जानना, ये सुना हुआ वचन को और हम बाद में उसको मनन नहीं करे, उसको अगर रवंद ना करे तो क्या उसका फायदा होगा? നമുക്കറിയാം, നമ്മള് പൗലോസ് ബെരോവയിൽ പോയപ്പോൾ जब हम लोग मतलब बाइबल में पढ़ता है कि जब पौलोस बेरोवा में गया, അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം പൗലോസ് ഇഷ്ടപ്പെട്ടു. बेरोवा का विश्वासियों का एक विशेष गुण प्रेषित पौलोस ने मतलब पसंद किया. അത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലാണ്. जब हम उन बातों को पढ़ता है, जब प्रेरितों का काम उसका 17 अध्याय का 11 वचन में पढ़ता है, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു. हम यहाँ पर पढ़ता है कि वे लोग मतलब तेस्सलोनिके के लोग मतलब कैसा बेरोवा के लोगों से भी उत्तम थे करके हम देखता है, क्योंकि वो पवित्र शास्त्र को रोज पढ़ते थे. അപ്പം തെസ്സലോനിക്കരെക്കാളും ഉത്തമമാണെന്ന് അറിയണമെങ്കിൽ തെസ്സലോനിക്കരുടെ സ്റ്റാൻഡേർഡ് എന്താണ് നമ്മൾ ആദ്യം അറിയണം. तेस्सलोनिके लोगों से भी बेरोवा के लोग श्रेष्ठ थे, उत्तम थे. तो ऐसा है तो तेस्सलोनिके लोग कैसे थे करके हमें जानना चाहिए. തെസ്സലോനിക്കർ മോശമാണെന്നല്ല എഴുതിയിരിക്കുന്നത്. बोलने का अर्थ तेस्सलोनिके मंडली के लोग कोई खराब था, कोई कमजोर था, ऐसा नहीं लिखा है. തെസ്സലോനിക്കർ എടുത്ത മാതൃക ഏറ്റവും നല്ല മാതൃകയാണ്. तेस्सलोनिकियों का जो मंडली का लोगों के जीवन में जो भी आदर्श था बहुत अच्छा था. അത് നമ്മള് 1 തെസ്സലോനിക്ക 1-ാം അധ്യായം अभी वो बातों को हम पहला तेस्सलोनिकियों उसका पहला अध्याय അതിന്റെ 5-6 നമ്മൾ വായിക്കുന്നുണ്ട്. उसका 5 और 6 वचन में हम तेस्सलोनिके मंडली का गुणों के बारे में देखता है. 5 और 6 में ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു.
നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഹിന്ദി में पढ़ेंगे. क्योंकि हमारा सुसमाचार तुम्हारे पास न केवल शब्द मात्र में वरन सामर्थ और पवित्र आत्मा में और बड़े निश्चय के साथ पहुंचा है, जैसा तुम जानते हो कि हम तुम्हारे लिए तुम्हारे बीच में कैसे बन गए थे. तुम बड़े क्लेश में पवित्र आत्मा के आनंद के साथ वचन को मानकर हमारी और प्रभु की ओर सी चाल चलने लगे. അപ്പൊ അവിടെ കർത്താവിന്റെ വചനം വെറും വാക്കായിട്ടല്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കാര്യം അവരുടെ ഇടയിൽ നടന്നു. यहाँ पर हम देखते हैं कि सिर्फ प्रभु का वचन सिर्फ वचन के रूप में नहीं, प्रभु का कार्य उनका बीच में हुआ. എന്നാൽ അവർ എന്ത് ചെയ്തു? അവർ ഈ കഷ്ടത്തിൽ കർത്താവിന്റെ വചനത്തിൽ അവർ ഗ്രഹിച്ചു. परंतु उन्होंने क्या किया? इतने कष्टों में होने के बावजूद भी उन्होंने प्रभु का वचन को अच्छी तरह ग्रहण किया. ഇതിന് പൗലോസ് ഏറ്റവും നല്ല കാര്യം ചെയ്തു എന്ന് അവർ പറയുന്നത്. इसका मतलब उन लोगों ने बहुत अच्छा काम किया करके प्रेषित पौलुस गवाही देता है. എന്നാൽ ഇതിന്റെക്കാളും ഒരു എക്സ്ട്രാ കാര്യം വേറെ ഉള്ള വിശ്വാസികൾ ചെയ്തു. परंतु इन लोगों से बढ़ करके बेरोवा का विश्वासी लोगों ने एक अच्छा काम किया. അതെന്താ അവർ ചെയ്തത്? उन्होंने वो क्या किया? ഇവിടെ നമ്മൾ വായിക്കുന്ന അവർ വചനം കേട്ടത് മാത്രമല്ല, वो लोग सिर्फ वचन को सुना उतना ही नहीं, എന്നാൽ അവർ വീട്ടിൽ പോയിട്ട് വചനത്തിനെ അന്വേഷിച്ചു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. हम लोग अभी प्रेरितों 17 का 11 में पढ़ा था. वो लोग घर में जा करके जैसे सुना था वो वैसा है करके पवित्र शास्त्र में ढूंढा परखा करके लिखा है. അത് പറഞ്ഞ കേട്ട വചനത്തെ കുറ്റം നോക്കി ആ അർത്ഥത്തിലല്ല. इसका मतलब जो सुना हुआ वचन उसमें कुछ गिलती है क्या ऐसा ढूंढा, वो गिलती ढूंढने के लिए पढ़ा ऐसा नहीं. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കേട്ട വചനം സത്യമാണെങ്കിൽ അത് എത്ര പ്രയോജനമാകാൻ പറ്റും ആ കാര്യം ഒരു അയവറുക്കുന്ന രീതിയിൽ അവർ മനനം ചെയ്തുകൊണ്ടിരുന്നവർ. उन्होंने जो भी सुना हुआ वचन को वापस भी उस पवित्र शास्त्र के साथ तुलना करके उन्होंने क्या किया? रवंद किया, उस पर ध्यान किया करके हम समझना. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കർത്താവ് ഓരോരോ പരിസ്ഥിതി മുഖാന്തരം ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. एक परिस्थिति के द्वारा प्रभु हमसे बात करता है. നമ്മൾ നേരത്തെ ആദ്യം കേട്ടല്ലോ കർത്താവ് ഏതൊക്കെ വേറെ രീതി കർത്താവ് ഉപയോഗിക്കുക നമ്മളോട് സംസാരിക്കാൻ. हमने अभी शुरुआत में कहा कि प्रभु भिन्न भिन्न प्रकार हमसे बातें करता है. അത് പരിസ്ഥിതി ആയിരിക്കാം, വചനം ആയിരിക്കാം, ദേവദാസന്മാരായിരിക്കാം, സഭ ആയിരിക്കാം, പരിശുദ്ധാത്മ, ഇതെല്ലാം ഓരോരോ രീതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. हमसे बात करने वाला कोई भी अपनी भाई बहन से बात कर सकता है, मंडली से बात करता है, प्रभु के दासों के द्वारा बात कर सकता है, स्वप्नों के द्वारा, दर्शन के द्वारा, कई रीति में बात कर सकता है. എന്നാൽ ഇതെല്ലാം നമുക്ക് ലാഭമാകണം, നമുക്ക് അനുഗ്രഹമാകണ്ടേ? परंतु ये सारे बात हमारा आत्मीय जीवन की लाभ बनना चाहिए ना. അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ശാസ്ത്രിമാരും ഫരീസിമാരും അവരുടെ കയ്യിൽ ബൈബിളുണ്ട്, പഴയ നിയമമുണ്ട്. शास्त्री और फरीसियों के हाथ में भी पुराना नियम थे. അവരുടെ കയ്യിൽ ആ വചനം ഉണ്ടായിട്ട് അവർ വായിക്കുകയും ചെയ്യുന്നുണ്ട്. वे लोग उसको अच्छी तरह पढ़ते भी थे. അതിനകത്ത് നിത്യജീവൻ ഉണ്ടെന്ന് അറിയുന്നു അവരുണ്ട്. और उनको ये भी मालूम था कि उसमें अनंत जीवन है. എന്നാൽ കർത്താവിന്റെ അടുത്തേക്ക് അവർ വരുന്നില്ല. तो भी हम देखते हैं कि वो प्रभु के निकट नहीं आया. നമ്മള് യോഹന്നാന്റെ സുവിശേഷം അതിന് 5-ാം അധ്യായം 39-40 നമ്മൾ വായിക്കുന്നത്. जब यूहन्ना का सुसमाचार 5 अध्याय का 39-40 में हम पढ़ता है, കർത്താവ് വചനത്തിന് അവർ അന്വേഷിക്കുന്നു, वो लोग वचन को ढूंढता है, അതിനകത്ത് നിത്യജീവൻ ഉണ്ടെന്ന് അവർ അറിയുന്നു, उसमें अनंत जीवन है करके वो जानता है. എന്നാൽ ആ നിത്യജീവൻ എന്നെ പറ്റിയാണ് സാക്ഷ്യം പറയുന്നത്, വചനം എന്നെ പറ്റിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. परंतु प्रभु यीशु मसीह गवाही देता है कि वो वचन मेरे बारे में गवाही देता है. അപ്പൊ ആ വായിച്ച വചനം അല്ലെങ്കിൽ കേട്ട വചനം അവർ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആ അന്വേഷണം പേഴ്സണൽ ടൈം എടുത്ത് അന്വേഷിച്ചാലേ അത് ലാഭമാകത്തുള്ളൂ. उन लोगों ने जो सुना हुआ वचन उन्हें अपना व्यक्तिगत जीवन में उसको ढूंढेगा, तभी उसके लिए लाभ बनेगा. നമുക്ക് ധനവാൻ മനുഷ്യൻ പുള്ളി യാതന സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി लाजरस ने उतरी आग्रहिച്ചു. जब वो धनवान व्यक्ति जो उस अधोलोक में जाने के बाद में उसने लाजर को बहुत चाहा. കാരണം എന്താ അവന് ഒരു ദാഹം വന്നു നമ്മൾ അവിടെ വായിക്കുന്നു. क्योंकि वहां पर हम देखते हैं कि उसको बहुत प्यास है. ആ ദാഹം ഏത് ദാഹമാണ്? अरे तो उसका जो प्यास कौन सा प्यास है? ജീവനായി ഇരിക്കുമ്പോൾ വചനത്തെ അന്വേഷിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിത ആത്മാവിൽ ഒരു വല്ലാത്ത ഒരു ദാഹ അവസ്ഥയിലായിരിക്കും നമ്മൾ മരിച്ചു പോകുന്നത്, അതിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ. जब इस जीवन में अगर हम आत्मा का संतुष्टि नहीं किया तो हम असंतुष्टि में मर जाएंगे. ये अवस्था को बताता है. കാരണം എന്ത് പറ്റി? നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ എപ്പോഴും വചനത്തെ അന്വേഷിക്കുകയും വചനത്തിൽ കർത്താവ് ഇന്ന് നമ്മൾ എന്നോട് എന്താ വിഷയത്തിൽ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ള ഒരു അന്വേഷണ മനസ്സ് നമ്മൾ എപ്പോഴും ഉണ്ടാകണം. यदि एक विश्वासी है तो नया जन्म पाया है तो उस व्यक्ति के जीवन में प्रभु का वचन मेरे से क्या कहता है, प्रभु मुझसे क्या कहता है, उस बात का खोज में रहने वाला एक अनुभव हमेशा चाहिए. അത് നമുക്ക് നിവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ദാഹം അടുത്ത യുഗത്തിലാണ് നമ്മൾ ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ ആ ദാഹം അപ്പോഴാണ് അറിയുന്നത്, അയ്യോ എത്ര വലിയ
വലിയ നഷ്ടമാണ് ഞാൻ ആയത്. ये जीवन में अगर ऐसा संतुष्टि नहीं किया तो मरने के बाद में वो प्यास, अरे मैंने जो करना था वो नहीं किया, उसका बाद में उनको महसूस होगा. അപ്പൊ ആ ദാഹത്തിന്റെ യാഥാർത്ഥ്യം ധനവാൻ എപ്പോഴാ മനസ്സിലായ? അവൻ ആ യാതന സ്ഥലത്ത് പോയപ്പോഴാണ്. अभी इस विषय का महत्व धनवान व्यक्ति को कब जाना? उन्होंने उस दंड पाने वाले जगह में जब गया तब मालूम. അപ്പൊ അവൻ എന്തോ പറയുന്നത്? ലാസറസ്, അബ്രഹാമേ ലാസറസിനെ അയച്ചാൽ അവൻ വിരലിട്ട് എന്റെ നാവിൽ ആ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു തൃപ്തി കിട്ടും എന്നാ പറയുന്നത്. इसलिए वो अपना अब्राहम पिता से कहता है कि अब्राहम पिता लासर को मेरे पास भेज दे. भेजने के टाइम पर वो छोटा सा अंगुली में थोड़ा पानी में डुबाकर एक बूंद भी आएगा तो मुझे ठंडापन मिलेगा, आश्वासन मिलेगा करके कहता है. നമുക്കറിയാം. അപ്പൊ ആ അവസ്ഥ എന്താ? പക്ഷെ അബ്രഹാം പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. परंतु हम जानते हैं वो संभव, जबकि अब्राहम पिता ने कहा कि बेटे ये नहीं हो सकता. അപ്പൊ അവൻ എന്താ പറഞ്ഞേ? तब उस धनवान व्यक्ति ने क्या कहा? എന്റെ സഹോദരന്മാരുണ്ട്, അവരും എന്നെ പോലെയാണ് ജീവിക്കുന്നത്. और उस समय में वो धनवान व्यक्ति बोलता है कि मेरे भाई लोग है, 5 भाई है, वो लोग भी मेरे समान है, जीवन बिताता है. അവരും എന്നെ പോലെ വചനം ധ്യാനിക്കാത്തവരാ. അവർക്ക് അവരുടെ ഈ അവർ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരും ഈ ദാഹത്തോടെ ഇവിടെ വരും. वो लोग भी मेरे जैसा वजन पर ध्यान नहीं देने वाला है, इसलिए वो लोग भी मर गया तो इधर ही आएगा. അപ്പൊ ആ ദാഹത്തിൽ ഇവര് വരുവാന്നോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ലാസറസിനെ അയച്ചാൽ അവർ ലാസറസിനെ കേൾക്കും. अगर ऐसा है तो इधर नहीं लासर आ सकता है तो कम से कम मेरे पिता के घर में भाइयों के पास उसको भेजेगा तो वो लोग लासर को सुनेगा. അല്ല, അബ്രഹാം പറഞ്ഞു അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു. अब अब्राहम पिता ने कहा नहीं बेटे ये भी संभव नहीं. എന്നാൽ അവര് ജീവൻ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ദാഹം തൃപ്തിപ്പെടുത്താൻ ഒരു മാതൃക, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. परंतु अभी उन लोगों को जीते जीते उनको सच्चा संतुष्टि मिलने के लिए एक मार्ग मैं तुम्हें बताता हूँ. അത് ലൂക്കോസ് 16:29 പറയുന്നുണ്ട്. अभी वो लूका का सुसमाचार 16 अध्याय का 29 वचन में कहता है अब्राहം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. अभी यहाँ पर उसका 16 का 19 पढ़ेंगे. 29. अब्राहम ने उसे कहा उनके पास तो मूसा और भविष्य वक्ताओं की पुस्तक है, वे उनकी सुने. അവർ അത് കേട്ടാൽ എന്ത് പറ്റും? അവരുടെ ദേഹിയിലുള്ള ആ പ്യാസം അല്ലെങ്കിൽ ആ തടപ്പുള്ള അവസ്ഥ, അതൃപ്തിയുടെ അവസ്ഥ, അത് തൃപ്തരാകാനുള്ള ഒരു വഴിയേ ഉള്ളൂ. ആ സമയത്തുള്ള വചനത്തിൽ വായിച്ചാൽ മതി. അതിന് കേട്ട് അതിനെ ഗ്രഹിച്ചാൽ മാത്രം മതി. अभी यहाँ पर अब्राहम पिता वो धनवान व्यक्ति से उसका उपाय कहता है कि मतलब वहां पर क्या है, मोशे और पशुताओं का किताब है, अगर वो पढ़ेगा तो उनको शांति मिलेगा. എന്നാൽ 30-ാം വാക്യത്തിൽ എന്തോ പറയുന്നത്? ധനവാൻ എന്തോ പറഞ്ഞു? परंतु उसका 30 वचन में उस धनवान व्यक्ति ने क्या कहा मालूम? അബ്രഹാം പിതാവേ അതിപ്പോ അങ്ങ് ചെയ്യത്തില്ല അവന്. अब्राहम पिता वो लोग ऐसे नहीं करेगा. കാരണം ഒരാൾ മരിച്ചിട്ട് ജീവനായി എഴുന്നേറ്റ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ വാക്ക് കേട്ടിട്ട് അവരെ മാനസാന്തരപ്പെടുന്ന അങ്ങനെ ആകാൻ സാധ്യത ഉണ്ടെന്നാണ് അങ്ങനെ ധനവാൻ ചിന്തിച്ചു. अभी वो धनवान का विचार क्या है कि अब्राहम पिता से कहता है कि यह अब्राहम पिता मरे हुए में से कोई जीव उड़ करके उनके पास जाएगा तो जरूर विश्वास करेगा करके वो धनवान सोच रहा है. അപ്പൊ അവൻ എന്താ വിചാരിച്ച? ലാസറസ് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ രീതിയിൽ നിന്നെല്ലാം മാറ്റി കർത്താവിന്റെ വചനത്തിൽ അവർ ധ്യാനിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ആ ദാഹം അവർക്ക് ഇല്ലായിരിക്കും എന്ന് അങ്ങനെ വിചാരിച്ചു പോയി. लासर इस प्रकार उनके बीच में जाएगा तो जरूर वो लासर के बात सुन करके उन लोगों को वचन पढ़ेगा, बात मानेगा, उनको ये प्यास नहीं आएगा करके उन्होंने विचार किया. എന്നാൽ അബ്രഹാം എന്ത് പറഞ്ഞു? तो अब्राहम पिता ने क्या उत्तर दिया? മോശയും പ്രവാചകന്മാരെ കേൾക്കുന്നില്ലെങ്കിലും കേട്ടില്ലെങ്കിൽ मोशे और भविष्यवक्ताओं को अगर वो नहीं सुनते तो മരിച്ച ഒരാൾ പോയാലും അവർ കേൾക്കത്തില്ല. अगर मरा हुआ एक व्यक्ति उनके पास जाएगा तो भी वो नहीं सुनेगा. അല്ലേ? നമ്മള് കർത്താവിന്റെ സന്നിധി നമ്മൾ ബൈബിൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും ആ ബൈബിളിൽ തന്നെ നമ്മൾ സ്വയം സമയം എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ എത്ര വലിയ ചമത്കാരം നടന്നു കഴിഞ്ഞിട്ട് അത് പ്രയോജനമുണ്ടോ? प्रियो, हम लोग एक बात जानना, ये परमेश्वर का वचन है. परमेश्वर के वचन हमारे हाथ में होते हुए भी इस वचन पढ़ करके उस पर अगर हम विश्वास नहीं करता तो फिर कितना भी चिन्ह चमत्कार होने से क्या उस पर विश्वास करने से कोई फायदा है क्या? നമ്മൾ അത് നല്ല കാര്യമാണ്, ദൈവത്തിന്റെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ല. शायद वो प्रभु का कार्य करके हम सोचेगा पर उसका आशीष हमें नहीं मिलेगा. നമ്മള് പൗലോസ് കൊരിന്ത സഭയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. पौलुस कोरिन्थ मंडली को एक बात बताता है. 14-ാം अध्यायത്തിൽ പൗലോസ് സഭയോട് പറയുന്നത്, जब कोरिन्थियों का पत्री पहला कोरिन्थी उसका 14 अध्याय में पौलुस कहता है, അതിന്റെ 31-32 उसका 31 और 32 वचन में वो कहता है कि എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവം. 31
क्योंकि तुम सब एक एक करके भविष्यवाणी कर सकते हो ताकि सब सीखे और सब शांति पाए और भविष्यवक्ताओं की आत्मा भविष्यवक्ताओं के वश में है. അപ്പൊ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും സഹായമാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും പ്രവചിക്കുന്ന കാര്യം. हम सभी लोग सीख सकता है, हम सभी लोगों को समझ सकता है. वो क्या है कि प्रभु का वचन को बजाने के द्वारा. അപ്പൊ പ്രവചിക്കുക എന്ന് പറഞ്ഞത് ഭാവിയുടെ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. यहाँ पर भविष्यवाणी सुनेगा तो लोग क्या सोचता है, हाँ तुम कल अमेरिका जाएगा, लंदन जाएगा, वो बात नहीं है. അങ്ങനെ ഭാവി കാലമുള്ള ഭവിഷ്യവാണി അല്ല ഈ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. यहाँ पर जो भविष्यवाणी करके कहा गया वो भविष्य में होने वाला बात है, वो बातों के बारे में यहाँ पर नहीं लिखा. എന്നാൽ കർത്താവിനെ പറ്റി സംസാരിക്കുന്ന വിഷയത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. यहाँ पर प्रभु के बारे में जो बताता है उसके बारे में भविष्यवाणी करके कहा है. അതായത് സഭയിൽ നിന്ന് കൂടി വരുമ്പോൾ जब हम मंडली इकट्ठा होता है നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ കിട്ടിയ വചനം, ഉപലബ്ധമായ വചനത്തെ നമുക്ക് സഭയിൽ സംസാരിക്കാൻ, അത് പ്രബോധനമായി സംസാരിക്കാൻ, മറ്റവർക്ക് പ്രയോജനമുള്ള രീതിയിൽ സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും എന്നാണ് പൗലോസ് പറയുന്നത്. यहाँ पर पौलुस कुरिन्थ मंडली को क्या समझाता है कि इकट्ठा होने वाला हर एक लोग जो प्रभु से जो पाया है वो सबको बात करके आत्मिक उन्नति का कारण बनाने के लिए वो हो सकता है करके वो बताता है. അപ്പൊ അത് എങ്ങനെ സംസാരിക്കാൻ പറ്റും? वो कैसा बोलना चाहिए? ആദ്യം ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കണം. सबसे पहले प्रभु से हमें सुनना. അപ്പൊ ഇന്ന് നമുക്ക് കർത്താവ് ഏത് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടല്ലോ. आज प्रभु हमसे कैसा बात करता है कि हमने पहले बताया. ഇല്ല, അത് വചനം മുഖാന്തരമായിരിക്കാം, वो वचन के द्वारा हो सकता है, पवित्र आत्मा के द्वारा हो सकता है, कोई दर्शन के द्वारा, स्वप्न के द्वारा, ऐसा कई रीति में हमने देखा. ഈവൻ സഭയിൽ നമ്മൾ ദേവദാസന്മാർ സംസാരിക്കുന്ന കാര്യം അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീട്ടിൽ പോയി അതിനെ മനനം ചെയ്ത് കഴിഞ്ഞാൽ അതിനും കർത്താവ് ഒരു വചനം തരും. प्रभु के दासों के द्वारा सुनने वाला वचन को हम सुन करके घर में जाकर के उस पर मनन करेगा तो उसमें भी आपको प्रभु एक संदेश देगा. എന്നിട്ട് അടുത്ത ആഴ്ച നമ്മൾ കൂടി വരുമ്പോൾ ആ കിട്ടിയ സന്ദേശം നമ്മൾ മറ്റേ സഹോദരന്മാർ സംസാരിക്കുമ്പോൾ അത് പ്രബോധനമായി മാറും, അത് അനുഗ്രഹമായി മാറും. जब हम वापस जब इकट्ठा होता है तो हम जो ध्यान करने के समय में प्रभु ने हमको और जो प्रकाशन दिया वो दूसरे के साथ बांटेगा तो और उन्नति मिलेगा. കാരണം പ്രവാചകന്മാരുടെ ആത്മാവ് അവരിൽ ആധീനമായിരിക്കും എന്നാണ് നമ്മൾ 32 നമ്മൾ വായിച്ചത്. क्योंकि यहाँ पर 32 में क्या पढ़ा कि भविष्यवक्ताओं की आत्मा उसके अधीन रहता है. ഇത് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവല്ല കേട്ടോ, ആ വിശ്വാസികളുടെ ആത്മാവിനെ പറ്റിയിട്ടാണ്. ये यहाँ पर पवित्र आत्मा के बारे में नहीं, विश्वासियों की अपनी आत्मा के बारे में कहा. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വചനം ധ്യാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആ മനുഷ്യാത്മാവ് ആ വചനത്തിന് മുമ്പിൽ ആധീനമായിരിക്കും. जब हम प्रभु का वचन ध्यान करने के लिए जाता है तो हमारी आत्मा वो वचन के सामने अपने आप को दीन करके रहेंगे. ഇത് ദേവദാസന്മാർക്കേ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിന്തിക്കല്ലേ. ये सिर्फ प्रभु के दासों से ही संभव है करके कोई ना विचार करे. കാരണം രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവ് ആരുടെ മേളിലുണ്ടോ അവരെല്ലാവർക്കും ഈ ഗുണം അവർക്ക് ചെയ്യാൻ പറ്റും. ये उद्धार पाया हुआ सभी लोगों का अनुभव होना चाहिए क्योंकि वो आत्मा पाया हुआ लोग है, वो आत्मा का अधीन होकर के ये काम करना चाहिए. ഇല്ല, അപ്പൊ നമ്മൾ കർത്താവിന്റെ വചന സന്നിധി നമ്മൾ ഇങ്ങനെ താഴ്മപ്പെടുമ്പോൾ വചനം നമ്മുടെ മനുഷ്യ ആത്മാവ് ആ വചന സന്നിധി അധീനമാവുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് സംസാരിക്കാനുള്ള ആ കൃപയും അനുഗ്രഹം തന്ന് എന്താ സംസാരിക്കേണ്ടത് അത് പ്രയോജനമാകാനുള്ള രീതിയിൽ നമുക്ക് വാക്കുകൾ തരും. जब हम प्रभु की उपस्थिति में अपने आप को दीन करके नम्र करके सौंपेगा और जो भी बात करना होगा वो प्रभु की आत्मा हमारे द्वारा बोलने के लिए सामर्थ्य है. അപ്പൊ ഇത് പുതിയ നിയമ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. ये नया नियम की मंडली के लोगों के लिए सबसे आशीषदायक बात है. കാരണം പഴയ നിയമത്തിൽ അവർ സ്വപ്നമോ ദർശനത്തിനോ അവർക്ക് കാത്തിരിക്കണമായിരുന്നു. पुराने नियम में उनको स्वप्न मिलने के लिए, दर्शन पाने के लिए उनको इंतजार में रहने का जरूरत था. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. परंतु नया नियम में ऐसा नहीं. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് വചനം വായിച്ചാൽ മാത്രം മതി. हम सिर्फ आत्मा में भरकर वचन पढ़ोगे तो उस समय में ये काम आपके जीवन में होगा. ഇല്ല, ഏറ്റവും വലിയ അത്ര അനുഗ്രഹമുള്ള കാര്യമല്ലേ. ये कितना धन्य अवस्था है, आशीषदायक बात है. അങ്ങനെ വചനം കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ വചനത്തിൽ ഇരുന്നിട്ട് ഉള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. इसी प्रकार प्रभु की उपस्थिति में बैठ करके प्रभु से पाया हुआ एक संदेश में आपको देने के लिए तैयार किया है. സന്ദേശം എന്ന് പറയുമ്പോൾ ഒരു പ്രബോധനം പോലെയാണ്, അത് വലിയ സന്ദേശം രീതിയിലല്ല. ये संदेश बोलेगा तो एक बड़ा प्रचार नहीं, प्रभु एक प्रबोधन. കാരണം എനിക്ക് അനുഗ്രഹപ്പെട്ട ഒരു കാര്യത്തിനാണ് ഞാൻ പറയുന്നത്. मेरे जीवन में मैंने जो प्रभु से पाया, आशीष पाया, वो बात मैं आपको बांटता हूँ. കാരണം എനിക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വചനം ഞാൻ എപ്പോഴും സഹോദരന്മാർ മുഖാന്തരം ഞാൻ വചനം കേൾക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഞാൻ വീട്ടിൽ പിന്നെ സമയം കിട്ടുമ്പോൾ അതേ വചനത്തെ ഞാൻ പിന്നെ അയവർക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. मैं जब भी भाइयों के द्वारा जब वचन मिलता है तो
वो वचन को वापस में जाकर के बैठ करके उस पर मनन करता है, उसी प्रकार रेवंत करने वाले एक स्वभाव मेरे जीवन में है। അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ ദൈവം ചില വാക്യങ്ങൾ തരും. कई मानो जब वचन सुनते रहता है उस समय में प्रभु और भी कुछ वचन उसके प्रति प्रकाशन देता है. അതേ പ്രകാശമുള്ള വചനത്തെ ധ്യാനിക്കുമ്പോൾ വേറെ വചനങ്ങൾ ഇനി തന്നുകൊണ്ടിരിക്കും. वही वचन का उस प्रकाश को ध्यान करते रहेगा और भी वचन और प्रकाश प्रभु देते रहेगा. ഇത് എല്ലാവർക്കും ഉള്ള ഒരു ഗുണമാണ്. ये सारे पवित्र लोगों का ये खूबी है. ഇത് എല്ലാവർക്കും ദൈവ പരിശുദ്ധാത്മാവ് ഈ ഇങ്ങനെ ചെയ്യാനുള്ള അവസ്ഥയിലുള്ള ഗുണം എല്ലാവർക്കും പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കുണ്ട്. प्रभु का आत्मा पाया हुआ हर एक लोगों को ये विशेषता गुण है. വീട്ടിൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ വായിക്കുന്നില്ല, അതിന് സമയം എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ ലാഭം നമുക്ക് കിട്ടത്തില്ല. यदि घर में बाइबल है पर उसका लाभ अगर हम नहीं उठाता है तो ऐसा आशीष का बात हमें नहीं मिले. ചിലവര് പിന്നെ ദേവദാസന്മാരുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആശ്രയിച്ചങ്ങ് പോവാ. कई लोग क्या सोचता है कि प्रभु का दास लोग वचन ध्यान करता है उनको सुनेंगे ये बात बोल करके एक झूठा तसल्ली में वो लोग जाता है. നമുക്ക് നമ്മുടെ ഈ പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്റർ ഉണ്ട്, ഈ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നതാ, ഇത്രയും വർഷം പഠിച്ചു, ഇതെല്ലാം വലിയ ഔട്ട്വേർഡ് കാര്യങ്ങളിലെ ഗുണത്തിലാണ് അവര് ആശ്രയിക്കുന്നത്. आज बहुत से पवित्र लोगों का जीवन में आया हुआ धोखा क्या है कि वो लोग बाइबल पढ़े से आया है, वो लोग पढ़ा लिखा है, बहुत पास्टर लोग हैं, उनके द्वारा हम सुनेंगे, परंतु स्वयं मनन करने का वो उसको हजम करने का एक स्वभाव नहीं. എന്നാൽ ദേവദാസന്മാര് വേണ്ടെന്നാണോ, അങ്ങനെയാണോ? इसका मतलब प्रभु का दास लोग नहीं प्रचार करना, उनको नहीं सुनना, ऐसा है क्या? പ്രിയപ്പെട്ടവരെ, ദേവദാസൻ നിന്ന് വചനം കിട്ടുന്ന ആ അവസ്ഥ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ ഒരു അനുഗ്രഹം അതിന് തുല്യം ചെയ്യാൻ പറ്റത്തില്ല. प्रभु का पवित्र लोगों जब प्रभु का दासों से हमें जो मिलता है उसके जैसा एक आशीष के बाद और कहीं भी नहीं. എന്നാൽ ആ അനുഗ്രഹത്തിന് ഞാൻ വീട്ടിൽ പോയി ലാഭമാക്കണം, പ്രയോജനമാക്കണം. जो पाया हुआ आशीष जो है वो मेरा जीवन के लिए लाभदायक बनाना है. അതാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ആ വചനത്തെ വിഷയം പ്രാർത്ഥിക്കുകയും നമ്മൾ അതിനെ അന്വേഷിക്കുകയും കർത്താവ് ഇനിയും സംസാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന വിഷയത്തിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. इसलिए जो भी हमने जो सुना है उसी बातों को लेकर के और भी ध्यान करके और भी कुछ गहरी बात है क्या करके हम खोज में लगा रहना चाहिए. കാരണം ദേവദാസൻ കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ വചനം സന്ദേശം ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം, അന്ന് തന്നെ എല്ലാവർക്കും പ്രയോജനമാകണം എന്നില്ല. जब प्रभु का दास लोग जो वचन प्रभु से पाता है और वो सुनाता है उसी दिन सुनने वाला सबको उसका लाभ मिलना चाहिए, ऐसा कोई जरूरी नहीं. ചിലവർക്ക് ലാഭം, കാരണം ദൈവം ഉദ്ദേശിച്ച് സംസാരിക്കുമ്പോൾ ചിലവർക്ക് ഉടനെ ലാഭം കിട്ടും. प्रभु ने जो जिसके लिए विचार किया था कुछ लोगों को शायद तुरंत उसका लाभ मिलेगा. അപ്പൊ ചിലവർ എന്താ ചിന്തിക്കുന്നത്? उस समय में कुछ लोग क्या सोचता है, ഈ ദാസൻ ആ സഹോദരൻ വചനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ദാസൻ ആ സഹോദരൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, അപ്പൊ അവനെ പറ്റിയായിരിക്കും, എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഒരു ചിന്ത എങ്ങനെ വരത്തില്ല നമുക്ക്? कभी कभी हम वचन सुनने के टाइम पर क्या सोचता है, नहीं ये वचन वो भाई में इतना कमजोरी है उसके लिए है, ये मेरे लिए नहीं, ऐसा कैसा विचार आपका जीवन में आया होगा ना? അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ, पवित्र लोगों ऐसा कभी नहीं. കാരണം നമ്മൾ ആ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു കാര്യം കർത്താവ് പഠിപ്പിക്കാൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. जब हम दूसरे की सोचा होगा वही वचन कर आप ध्यान करोगे तो आपका जीवन के लिए और भी कुछ गहरी बात प्रभु विचार किया होगा. പക്ഷെ അത് നമ്മൾ അന്വേഷിക്കണം. तो हमें एक ढूंढने वाला स्वभाव चाहिए. അത് വീട്ടിൽ പോയിട്ട് കർത്താവിന്റെ വചനത്തിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മൾ സംസാരിക്കും. जब हम वचन सुनने के बाद में घर में जाकर के उस वचन पर हम मनन करोगे, रेवंत करोगे, तब प्रभु हमसे बात करेगा. നമ്മള് ഈ ദിവസങ്ങളിൽ നമ്മള് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുവായിരുന്നല്ലോ. ये पिछले दिनों में हम लोगों को जो भी मतलब फायदामंद बातें हम देख रहा था, അല്ലെ, ആ പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और वो फायदामंद बातों के बारे में आप मनन किया करके मैं विचार करता हूँ. നമ്മള് ഇന്നലെ ഒരു കേട്ട വചനം എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ സന്തോഷം ഉളവാകുന്ന ഒരു കാരണമായി. कल जब वचन सुन रहा था उसमें से कुछ बातें हैं जो मेरा जीवन में बहुत खुशी और आनंद प्रदान किया. കാരണം ഇന്നലെ ദേവദാസൻ സംസാരിച്ചപ്പോൾ ഒരു ചോദ്യത്തിന്റെ വിഷയത്തിലായിരുന്നു മൊത്തം സന്ദേശം കേന്ദ്രമായി വെച്ചത്. जब कल का जो संदेश था वो एक सवाल का रूप में एक सवाल करते हुए इस रीति में वो संदेश था. അപ്പൊ അത് ചോദ്യം എന്തായിരുന്നു? और वो सवाल क्या था, നമ്മൾ എന്തിനു ദൈവത്തെ സ്നേഹിക്കണം? हम क्यों प्रभु को प्रेम करना चाहिए? ഞാൻ വിശ്വാസത്തിലായിട്ട് 16 വർഷമായി. मैं विश्वास में आने के बाद 16 साल हुआ. ഈ 16 വർഷത്തിന് തുടക്കത്തിൽ എനിക്ക് ഈ ചോദ്യം എന്റെ മുമ്പിൽ വന്നായിരുന്നു. इस 16 साल की शुरुआत में ये सवाल मेरे जीवन में आया था. ആ ചോദ്യം എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കാനുള്ള ഉത്തേജനം കൂടിയത്. वो
सवाल मेरे दिल में आने के कारण प्रभु की सेवा करने के लिए मुझ में उत्साह बढ़ गया। അതാണ് എന്റെ ഏറ്റവും വലിയ എരിവിനും ഉത്തേജനത്തിന്റെ കാരണം. ये जो मतलब विचार था, वो जो आलोचना था, वो मेरे जीवन को आग लगा दिया। അപ്പൊ ഈ ചോദ്യത്തിന്റെ ഞാൻ എന്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. इसलिए उस सवाल के लिए मैंने क्या क्या बात विचार किया, वो बातें मैं आपके साथ बांटना चाहता हूँ। അതായത് എനിക്ക് ലാഭമുള്ള കാര്യം, मेरे जीवन के लिए जो लाभ बना, वो बातों को आपके साथ बांटना चाहता हूँ। നമുക്കറിയാം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനാ? हम क्यों प्रभु को प्रेम करता है? നമ്മൾ ഇന്നലെ നമ്മൾ കേട്ടു, കാരണം അവൻ നമ്മുടെ പ്രഭുവാണ്. हमने कुछ बातें हमने कल देखा, वो हमारा प्रभु है। കാരണം അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു. और हमने देखा कि उसने हमें पहले प्रेम किया। നമ്മുടെ അനുഗ്രഹത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. और हम प्रभु के उस अनुग्रह में बढ़ने के लिए है। പിന്നെ നമ്മള് പുത്രന്മാരാകാൻ വേണ്ടിയിട്ട് അല്ല, നമ്മള് അവൻ ദൈവം തിരിച്ചു വരുന്നു. हमारा प्रभु जल्दी वापस आ रहा है। അപ്പൊ ഇതെല്ലാം കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ആ സ്നേഹത്തിനെ വിഷയം നമ്മൾ ചിന്തിച്ചത്. ये इन बातों को हम ध्यान करते हुए मतलब प्रभु को क्यों प्रेम करना चाहिए, इसका बारे में हमने ध्यान किया। ഇതേപോലെ തന്നെ വേറൊരു വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. इसी बात पर मैं और भी एक बात को आपको बताना चाहता है। അപ്പം ഇന്നലെ കേട്ട വിഷയത്തിൽ ഒരു അതിനെ തള്ളി മാറ്റാനല്ല, പക്ഷെ അതിന് ആ സന്ദേശം ഇച്ചൂടെ പ്രയോജനമാകാനുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. उसी संदेश को लेकर के और भी हमें प्रयोजन मिलने के लिए मैं आपको बता रहा हूँ। നമ്മള് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. और मलयाली लोगों का एक स्वभाव है, നമ്മള് നല്ല ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചില മലയാളികൾ ചിലവർ എന്ത് ചെയ്യുന്ന അറിയോ? कुछ अच्छा बिरयानी बनाने के बाद में कुछ लोग क्या करता है, അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, वो खाने के बाद में अच्छा टेस्टी है। ചിലവർ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിന്റെ മേളിലും കിട്ടും. हाँ, कुछ लोग क्या करता है, उसमें एक मतलब नींबू मतलब उसमें से उसका रस गिराता है। അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇനിയും കൂടി. उसका मतलब क्या है कि उसका टेस्ट और भी बढ़ गया, ഇല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആദ്യത്തെ ബിരിയാണി നല്ല അല്ല, അങ്ങനെയല്ല. इसका मतलब वो पहला बिरयानी कुछ खराब था ऐसे नहीं, പക്ഷെ അതിന്റെ ടേസ്റ്റ് നല്ലതായിരുന്നു. പക്ഷെ ഇച്ചൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നാരങ്ങ മാത്രം പിഴിഞ്ഞു, ഒരു കാര്യം മാത്രം ചേർത്തേ ഉള്ളൂ. अभी उसको और भी टेस्टी बनाने के लिए सिर्फ उसमें एक नींबू लगाया तो उसमें और भी बढ़ गया। അതേപോലെ ഇന്നലെ നമ്മൾ കേട്ട വചനം ഏറ്റവും നല്ല ഉത്തമ ബിരിയാണിയാണ്. हमने जो कल सुना वो अच्छा एक बिरयानी था, എന്നാൽ അതിന്റെ മേളിൽ ഒരു സ്വാദം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം സന്ദേശം. एक टेस्ट और भी मिलाने के लिए ये नींबू मिलाने वाला काम मैं कर रहा हूँ। അതുകൊണ്ട് ഇന്നലത്തെ മെസ്സേജ് കേട്ടില്ലെങ്കിൽ അത് ഇന്ന് പ്രയോജനപ്പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. इसलिए कल का अगर मैसेज अगर आपने नहीं सुना है तो आज का ये मैसेज आपको उपयोग में आएगा कि नहीं, मुझे संदेह है। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാര്യം ചെയ്യും. परंतु पवित्र आत्मा आपके जीवन में काम करेगी। അപ്പൊ എന്തിനാ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? तो प्रभु को हम क्यों प्रेम करना चाहिए? നമ്മൾ ഇന്നലെ പെട്ടെന്ന് ഞാൻ ഈ ചോദ്യങ്ങൾ ഞാൻ യുവാക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്. मैं कई बार जवान लोगों से ये सवाल पूछते हैं, കാരണം എനിക്കറിയാം ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ എന്റെ ആത്മീയ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വളർച്ചയുടെ അവസ്ഥ ആകാൻ കാരണമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പിള്ളേരെ എന്റെ യൂത്തിനെ ഞാൻ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. मेरे जीवन में इस सवाल का जवाब मुझे मिला, इसलिए मैं जवान लोगों को जब भी मिलता है तो मैं जवान लोगों से ये सवाल पूछता है। ഈവൻ എന്റെ ഭാര്യനോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. मैं मेरी पत्नी से भी ये बात पूछा है। അപ്പൊ ഉടനെ പെട്ടെന്ന് ഉത്തരം തരുന്ന ഒരു ഉത്തരമാണ്, ദൈവമല്ല നമ്മൾ ആദ്യം സ്നേഹിച്ച് അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കും. कई बार लोग जल्दी देने वाला उत्तर है कि परमेश्वर ने हमसे प्रेम किया इसलिए हम प्रभु को प्रेम करता है। അത് സത്യമാണ്, ये बात सच है, ദൈവമാണ് അത് നമ്മളെ സ്നേഹിച്ചത്. प्रभु ने हमसे पहले प्रेम किया। പക്ഷെ എന്റെ ചോദ്യം എന്തായിരുന്നു, ഞാൻ എന്തിനു കർത്താവിനെ സ്നേഹിക്കുന്നു എന്നായിരുന്നു. मेरा सवाल क्या था, मैं क्यों प्रभु को प्यार करता हूं? അല്ലെങ്കിൽ ഓരോരോ വിശ്വാസിനോട് ചോദ്യമാണ്, നിങ്ങൾ എന്തിനു കർത്താവിനെ സ്നേഹിക്കുന്നു? आप इसलिए प्रभु से प्रेम करता है करके एक लोगों से ये सवाल है। ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. जब हमको प्रेम किया या मैंने प्रेम किया बोले के समय में യോഹന്നാൻ 3:16 में हम क्या पढ़ता है, परमेश्वर ने जगत से प्रेम किया। അപ്പം ആദ്യം ദൈവം ലോകത്തല്ലേ സ്നേഹിച്ചത്? क्या पहले प्रभु ने जगत से प्रेम नहीं किया? അപ്പൊ ആദ്യം ദൈവം അപ്പൊ ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ എന്റെ വിഷയത്തിൽ ഇത് എന്റെ പേഴ്സണൽ വിഷയമാണ്. मैं ये बात मेरा व्यक्तिगत बात है। അപ്പൊ ഞാൻ ദൈവം എന്നെ ആദ്യം സ്നേഹിച്ചോണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുമ്പോൾ അത് ശരിയായിരിക്കെ, പക്ഷെ ദൈവം മറ്റവരെയും സ്നേഹിച്ചു. അപ്പൊ എന്റെ സ്നേഹവും മറ്റവരുടെ സ്നേഹത്തിൽ എന്താ വ്യത്യാസം? मतलब प्रभु मुझको मतलब दुनिया को प्रेम किया करके वचन में लिखा है, तो प्रभु मैं क्यों
मुझे प्रेम किया ऐसे सोचो, क्योंकि प्रभु सबको प्रेम किया। ആ അപ്പൊ അത് അപ്പൊ അതിന്റെ ആ വില നമ്മൾ മനസ്സിലാക്കണം. इसका मतलब उसका मूल्य हमें जानना है। കർത്താവ് എല്ലാരെയും സ്നേഹിച്ചു. प्रभु ने सबसे प्रेम किया। അപ്പൊ ആ കർത്താവിന്റെ സ്നേഹത്തിൽ ഒരു താഴ്ചയോ മേളിലോ അങ്ങനെ കുറവ് അങ്ങനൊന്നുമില്ല. प्रभु का किसी की प्रति प्रेम में कोई भी प्रकार का मतलब फर्क नहीं। പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്ന വിഷയം ഞാൻ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ആനന്ദം ഇച്ചൂടെ വരുന്നത്. परंतु मुझे जो प्रभु ने प्रेम किया उस समय में उसके आनंद और भी बढ़ जाता है। കാരണം ദൈവം ലോകത്തെ എല്ലാരെയും സ്നേഹിച്ചു കഴിഞ്ഞാലും ലോകക്കാരെല്ലാരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? प्रभु ने सारे संसार से प्रेम किया तो भी क्या संसार के सारे लोग प्रभु को प्यार करता है क्या? ഇല്ല, എല്ലാരും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. सभी लोग प्रभु को प्यार नहीं കാരണം करते। ആ സ്നേഹത്തിന്റെ വിഷയത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ അല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. क्योंकि वो प्रेम के बारे में सब लोग ये बात को नहीं समझ पाते। അപ്പൊ ആ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ എന്റെ ഉള്ളിൽ വരുന്നതിന്റെ അതിന്റെ പ്രതിക്രിയ നമുക്ക് മനസ്സിലാക്കണം. इसका मतलब उस प्रेम मेरे अंदर आता है तो उसके बारे में मेरा प्रभु के साथ का वापस जो प्रेम कैसा है ये सभी लोग समझना चाहिए। ഞാൻ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കാരണമുണ്ട്. मैं प्रभु को प्यार करने का एक कारण है। നമ്മള് യാക്കോബിന്റെ സുവിശേഷം യാക്കോബിന്റെ പുസ്തകം 2:5 उसका दूसरा अध्याय का 5 वचन पढ़ेगी। याकूब का 2:5 ജെയിംസ് 2:5 പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശങ്ങളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? हे मेरे प्रिय भाइयों, सुनो, क्या परमेश्वर ने इस जगत के कंगालों को नहीं चुना कि विश्वास में धनी और उस राज्य के अधिकारी हो जिसकी प्रतिज्ञा उसने उसकी की है जो उसमें प्रेम रखते हैं। അപ്പൊ ആ വചനം പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ആരെയാണ് തെരഞ്ഞെടുത്തത്? इसके मतलब ये वचन क्या कहता है? प्रभु ने किसको चुन लिया? അവനെ സ്നേഹിക്കുന്നവർ, प्रभु को प्यार करने वाले। അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന കാരണം എന്താണെന്നറിയോ? मैं प्रभु को क्यों प्यार करता है? കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്നെ തെരഞ്ഞെടുത്തോണ്ടാണ്. क्योंकि प्रभु को प्यार करने के लिए प्रभु ने मुझको चुन लिया। ഇല്ലേ, ദൈവം ലോകത്തെ സ്നേഹിച്ചു, प्रभु ने दुनिया से प्रेम किया, എന്നാൽ ലോകത്തെ തെരഞ്ഞെടുത്തോ? परंतु दुनिया को चुन लिया क्या? എന്നാൽ ലോകത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു എന്ന കാര്യം അറിയുമ്പോൾ അത് ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം വരുന്നില്ലേ? परंतु ये संसार से प्रभु ने मुझको चुन लिया करके जब मैं जानेगा तो मैं प्रभु को ज्यादा प्यार करने का एक कारण हुआ। ഇല്ലേ, നമ്മൾ കർത്താവ് നമ്മൾ ജസ്റ്റ് ഒരു ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ये हम थोड़ा विचार करने वाली बात है। കാരണം ദൈവം ലോകത്തെ മൊത്തമായിട്ടാണ് സ്നേഹിക്കുന്നത്. प्रभु ये संसार से आम संसार से प्रभु प्रेम करता है। കാരണം നമുക്കറിയാം അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് വന്നു. क्योंकि वो परमेश्वर का मेमना बनकर आया। അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നമ്മൾ യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. हम लोग यूहन्ना का सुसमाचार 1 अध्याय का 29 वचन में यूहन्ना बपतिस्मा देने वाला ने गवाही दिया, देखो ये जगत के पाप को उड़ा ले जाने वाला परमेश्वर का मेमना करके पढ़ता है। എന്നാൽ ദൈവം ലോകത്തിന്റെ പാപം എടുത്ത് പറഞ്ഞ് അത് കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ലോകം അവനെ സ്നേഹിക്കുന്നില്ല. ये परमेश्वर ने सारा जगत का पाप को उड़ाकर लेकर गया करके कहने के बावजूद भी दुनिया प्रभु से प्यार नहीं करता। ലോകം എന്ന് പറയുമ്പോൾ ഞാൻ മനുഷ്യനെ ഉദ്ദേശിച്ചാണ്. मतलब ये जरा संसार बोलेगा तो इस दुनिया में रहने वाला मनुष्य के बारे में है करके आप समझता है। ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകം എന്ന തത്വത്തെ അല്ല, എന്ന ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ സ്നേഹിച്ചു എന്ന ഉദ്ദേശത്തിലാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത്. परमेश्वर ने दुनिया से प्रेम किया, इसका मतलब दुनिया को प्रेम किया वो नहीं, दुनिया में रहने वाला मनुष्य से प्रेम किया, ये आपको मालूम। അപ്പൊ ഈ മനുഷ്യന്മാരെ എല്ലാരും ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. परंतु ये सारे मनुष्य प्रभु को वापस प्यार नहीं करता। എന്നാൽ ഞാൻ എന്തിനെ സ്നേഹിക്കുന്നു? परंतु मैं क्यों प्रभु को प्यार करता हूँ? കാരണം അതിനു വേണ്ടിയിട്ട് അവൻ എന്നെ തെരഞ്ഞെടുത്തോണ്ടാണ്. क्योंकि उसके लिए प्रभु को प्यार करने के लिए प्रभु ने मुझको चुन लिया। നമ്മൾ ഇന്നലെ ഈ വിഷയം ചെറുതായിട്ട് നമ്മൾ ചിന്തിച്ചായിരുന്നു, ഇന്നലെ ഈ വിഷയം കേട്ടിട്ടുണ്ടായിരുന്നു. इस विषय के बारे में थोड़ा सा हमने विचार किया था। ഇല്ലേ, ഇനി ഈ കാര്യം ഞാൻ ദൈവമേ നീ എന്നെ തെരഞ്ഞെടുത്തോണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം ഞാൻ അത് ചിന്തിക്കുമ്പോൾ അത് എത്ര ആഴമായുള്ള ഒരു കാര്യമല്ലേ? जब ये विषय को जब प्रभु आप मुझको चुन लिया इसलिए मैं प्रेम करता हूँ करके बोलना, इसका अर्थ ये कितना गहरी बात है। ഇനി കർത്താവ് എന്നെ തെരഞ്ഞെടുത്തല്ലോ, अभी प्रभु ने मुझे चुन लिया ना। ഈ തെരഞ്ഞെടുക്കുമ്പോൾ ഞാനാണോ ആദ്യം ദൈവത്തെ സ്നേഹിച്ചത്? इस चुनौती में क्या प्रभु को मैंने पहले प्रेम किया क्या? ഇല്ല, അതിലും ദൈവമാണ് ആദ്യം എന്നെ സ്നേഹിച്ചത്. नहीं, उसमें भी प्रभु ने मुझसे प्यार किया। അപ്പൊ എന്റെ അവസ്ഥ എന്തായാലും ദൈവമാണ് ആദ്യം എന്നെ സ്നേഹിച്ചെന്നുള്ള കാര്യം അറിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കൂടെ മനസ്സിലാക്കിയാൽ അത് അതിന്റെ രുചി, അതിന്റെ സ്വാദം ഇച്ചിരൂടെ കൂടുക. प्रभु ने मुझसे प्रेम किया, परंतु प्रभु ने मुझको चुन लिया, इस रीति में जब आप जानेगा तो
हमारा प्रेम में उसका मूल्य और भी बढ़ गया। അപ്പൊ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ इस चुनौती के बारे में जब हम देखता है, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയം നമ്മുടെ അവസ്ഥ ആ സമയത്ത് എന്താണ് നമ്മൾ ചിന്തിക്കാം. हम जब चुना गया उस समय में हमारा अवस्था क्या है, उस बारे में हम थोड़ा सा देखें। ദൈവം നമ്മളെ തെരഞ്ഞെടുക്കേണ്ട ഉദ്ദേശം എന്താ? जब परमेश्वर ने हमको क्यों चुन लिया, उसका उद्देश्य लक्ष्य क्या है, അതിന്റെ അന്ത്യഫലം കർത്താവ് എന്തോ ഉദ്ദേശിക്കുന്നത്? उसकी आखिरी फल प्रभु क्या चाहता है, അത് നമ്മൾ ഇന്നലെ നമ്മൾ കേട്ടതാണ്. कल भी हमने सुना था। റോമാലേഖനം 8:29-30 നമ്മൾ വായിക്കേണ്ട रोमियों का पत्री 8 अध्याय का 29 और 30 वचन में हम जब पढ़ता है, पढ़ने का जरूरत नहीं। അതിൽ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ പുത്രന്റെ രൂപത്തിൽ അനുരൂപരാകാനുള്ള ഉദ്ദേശത്തിലാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. हम पुत्र की अनुरूप बनने के लिए पिता ने प्रभु में हमको चुन लिया। അതാണ് ദൈവത്തിന്റെ അന്ത്യഫലം, അന്ത്യലക്ഷ്യം. അതാ ये है परमेश्वर का आखिरी इच्छा। ഈ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? इस लक्ष्य में पहुंचने के लिए प्रभु ने हमारे साथ क्या किया, അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. सबसे पहले उसने हमें चुन लिया। അപ്പൊ ഈ തെരഞ്ഞെടുക്ക അവസ്ഥയിൽ ഈ അവസ്ഥയിൽ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ അറിയണം. जब प्रभु हमको चुना, चुनने के समय में हमारा क्या अवस्था था ये हमें जानना चाहिए। അപ്പൊ ഈ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും? ये अवस्था मतलब ऐसे अवस्था के बारे में हम जानेगा तो हम क्या करेंगे? ഉടനെ ഈ യേശുവിനെ നമ്മൾ കർത്തൃത്വം കൊടുക്കും. उस प्रभु यीशु मसीह को हम अपनी प्रभुता देगा। ഇല്ലേ, നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ച ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? हम सबसे पहले क्या विचार किया था कि यीशु मसीह को प्रेम क्यों करना चाहिए, क्योंकि वो हमारा प्रभु है। അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശത്തെ നമ്മൾ ആഴത്തിൽ കയറി കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും ഈ യേശു നമ്മുടെ കർത്താവാകുന്നതാണ് നല്ലത്. നമ്മൾ പെട്ടെന്ന് നമ്മൾ തന്നെ സാക്ഷ്യം പറയും. जब इस चुनौती का प्रभु का लक्ष्य अगर हमें मालूम पड़ेगा तो हम स्वयं गवाही देगा कि यही प्रभु मेरा प्रभु बनकर रहना मेरे लिए बना है। കാരണം നമ്മൾ യേശുവിനെ നമ്മൾ വെറും യേശു ആയിട്ട് നമ്മൾ സീമിക്കല്ലേ. जब प्रभु यीशु को सिर्फ यीशु करके हम सीमित ना करें, ഈ യേശു ചെയ്ത പ്രവൃത്തി എന്റെ ഉള്ളിൽ പ്രഭുത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. इस प्रभु यीशु ने मेरे जीवन में जो भी काम किया वो यीशु मसीह की प्रभुता मुझ में लाने के लिए है। ആ പ്രഭുത്വം എന്നിൽ വന്നു കഴിഞ്ഞാൽ അന്ത്യത്തിൽ ഞാൻ പുത്രന്റെ രൂപത്തിൽ അനുരൂപരായി മാറും. यदि प्रभु यीशु मसीह की प्रभुता अगर मुझ में बना रहे तो आखिर में मैं जैसा प्रभु चाहता है वैसा उस पुत्रत्व का पदवी में मैं पहुंच जाएगा। എന്നാൽ അവൻ വരവോളം परंतु जब प्रभु का आगमन तक അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പോകുന്നവരെ या हमें प्रभु के पास जाने तक ഈ ദൈവം തന്ന ഈ പ്രഭുത്വത്തെ ഞാൻ മുറുകെ പിടിക്കണം. इस प्रभु ने हमें दिया हुआ यीशु मसीह की प्रभुता, वो प्रभुता को हमें मजबूत थामा रहना चाहिए। അതിൽ നിന്ന് നമ്മൾ മാറിപ്പോവല്ലേ. हम उससे अलग नहीं होना चाहिए। ഈ പ്രഭുത്വത്തെ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്, ഗ്രേസ് തരുന്നുണ്ട്. इस मतलब प्रभु यीशु मसीह को प्रभुता देने के लिए प्रभु हमको आशीष या अनुग्रह या आशीष भी देता है, कृपा देता है। ഈ ഗ്രേസിലാണ്, ഈ കൃപയിലുള്ളത് രക്ഷിക്കപ്പെട്ടത്. ആ കൃപയിൽ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് വരവോളം അവന്റെ വിശ്വാസം നമ്മൾ പിടിച്ച് ഉറച്ചു നിൽക്കാൻ പറ്റും. इस अनुग्रह का अगर हम थामा रहेगा प्रभु का आगमन तक हमें विश्वास में बना रहने के लिए कारण हो जाएगा। അപ്പൊ നമ്മളിപ്പം യാക്കോബ് 2:5 നമ്മൾ വായിച്ചപ്പോൾ जब हम याकूब 2:5 में जब हम पढ़ा, ദൈവം തെരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? जब प्रभु ने हमें चुना उस समय में हमारा अवस्था क्या था? നമ്മൾ ദരിദ്രന്മാരായിരുന്നു. हम लोग वहां पर लिखा है कि कंगाल थे, അല്ലേ? അത് നമ്മൾ ദരിദ്രരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. जब हम प्रभु हम कंगाल अवस्था में थे उस समय में प्रभु ने हमें चुन लिया। അല്ലേ? ഏറ്റവും വലിയ അവസ്ഥയല്ലേ? ये कितना एक मतलब दयनीय अवस्था है। അല്ലെ? നമ്മള് കാരണം നമ്മൾ ഒരു ലോകത്തിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ദരിദ്രന്മാരെ നമ്മൾ എടുക്കത്തില്ല. ഇത്ര സ്മാർട്ടും ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെ എടുക്കുകയുള്ളൂ. इस दुनिया में जाकर कोई भी काम करने के लिए है तो हम कंगालों को नहीं चुनेंगे, उत्साही लोगों को और योग्य लोगों को हम चुनते हैं। എന്നാൽ കർത്താവ് ഏറ്റവും ദരിദ്രന്മാരെയാണ് പറഞ്ഞാൽ ഒരു യോഗ്യത ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ് ദൈവം തെരഞ്ഞെടുത്തത്. परंतु हम देखते हैं कि प्रभु यीशु मसीह जब दुनिया में आया प्रभु का काम के लिए, प्रभु ने अयोग्य लोगों को प्रभु अपने सेवा के लिए चुन लिया। അപ്പൊ ഈ ദരിദ്രന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? और एक कंगाल लोगों की अवस्था क्या था? അത് നമ്മൾ 1 कोरिन्थियर 1:27-28 നമ്മൾ വായിക്കുന്നുണ്ട്. जब हम पहला कोरिन्थी पहला अध्याय का 27-28 वचन में हम पढ़ता है, पहला कोरिन्थी पहला अध्याय का 27 और 28 वचन में हम क्या पढ़ता है, आप ध्यान से सुनिए। 27-28 ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഓഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു। परंतु परमेश्वर ने जगत को मूर्खों को चुन लिया है कि ज्ञानवानों को लज्जित करे, और परमेश्वर ने जगत के निर्बलों को चुन लिया है कि बलवानों को लज्जित करे, और परमेश्वर ने जगत के नीचों और तुच्छों को वरन जो है भी नहीं उनको भी चुन लिया है कि उन्हें जो है
व्यर्थ ठहराए। അപ്പൊ ഈ ദരിദ്രന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അവർക്ക് 3 വിശേഷ ഗുണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. यहाँ पर ये जो कंगाल लोगों को चुन लिया तो उनको 3 गुण उनके जीवन में था. അവരെന്തായിരുന്നു? वो लोग कैसे था? അവര് മൂഢന്മാരായിരുന്നു, वो लोग मूर्ख थे, അവര് ബലഹീനന്മാരായിരുന്നു, वो बलहीन थे, അവര് ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഏറ്റവും നീചമായ അവസ്ഥയിലായിരുന്നു. वो बिल्कुल तुच्छ थे, कुछ भी नहीं थे. ഈ അവസ്ഥയിലുള്ള ഈ ദരിദ്രന്മാരുടെ അവസ്ഥ നോക്കണേ. ये दरिद्र लोगों की अवस्था को आप जानिए. കർത്താവിനെ തെരഞ്ഞെടുപ്പ് ഏറ്റവും അനുഗ്രഹമുള്ള അവസ്ഥയല്ലേ? क्या प्रभु का ये चुनौती सबसे आशीर्वादायक अवस्था नहीं क्या? ഈ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന്റെ സ്നേഹം വലിയ ആഴമില്ലാത്ത ഒരു സ്നേഹം അതിന് ഉൾപ്പെട്ടിട്ടുണ്ട്. इस चुनौती में परमेश्वर का उस गहरा प्यार छिपा हुआ है. അപ്പൊ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു വലിയ ഒരു സ്നേഹത്തിന്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കും. കാരണം ഞാൻ ഒന്നും ഇല്ലായ്മയിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ദൈവത്തെ സ്നേഹിക്കാൻ നിർത്തുന്നത്. जब इस चुनौती के बारे में यदि मैं जानूं तो मेरे इतना शून्यता में, कंगालपन में, दरिद्रता में प्रभु ने मुझे चुन लिया करके जब मैं अगर जानता है तो मैं कैसा प्रभु को प्रेम नहीं करेगा और क्या चाहिए? ഇല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ? क्या ये आनंददायक बात नहीं? നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. हमारे प्रभु ने मत्ती के सुसमाचार में एक बात कहा. ഈ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടറിന്റെ ഒരു വേറെ പ്രത്യേകത, इस चुनौती पाया हुआ लोगों का एक खूबी, കർത്താവ് അവരുടെ രാജ്യത്തിന്റെ സത്യം ചില ഒരു കൂട്ടർക്ക് മാത്രമേ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. और ये सच्चाई प्रभु कुछ सीमित लोगों को ही प्रकट किया. അത് മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് അവൻ ശിശുക്കളെ വെളിപ്പെടുത്തി എന്നാ പറയുന്നത്. ये मत्ती के सुसमाचार उसका 11 अध्याय का 25 वचन के आखिर में लिखा है, ഇത് ജ്ഞാനികൾക്കും വിവേകർക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ये ज्ञानियों से और अपनी इसको आखिरी में इन बातों को ज्ञानियों और समझदारों से छिपा रखा और बालकों पर प्रकट किया है. നമ്മളിപ്പോ 1 കൊരിന്ത്യയിൽ എന്താ വായിച്ചേ? अभी हमने पहला कोरिन्थी में क्या पढ़ा? ഈ ജ്ഞാനവാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ബുദ്ധി ഇല്ലാത്തവരെ തെരഞ്ഞെടുത്തു. प्रभु ने ज्ञानियों को लज्जित करने के लिए प्रभु ने मूर्खों को चुन लिया. അതെങ്ങനെ ദൈവം ചെയ്തേ? ये परमेश्वर ने कैसे किया? ഏത് രീതിയിൽ അത് ചെയ്തു? ये किस रीति में किया? അത് ഈ ലോകത്തിൽ ബുദ്ധി ഇല്ലാത്തവർക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനം കൊടുത്തു. ये इस दुनिया के मूर्खों को प्रभु ने परमेश्वर के वचन की प्रकाश दे करके किया. ആ പ്രകാശനം ദൈവം ബുദ്ധിമാന്മാർക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഇനിയും കൂടുതൽ പ്രയോജനം ആയേനെ. शायद वो बुद्धिमान लोगों को देने से शायद उससे भी बढ़ करके प्रकाश में हो सकता था. എന്നാൽ ആ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? परंतु वो बुद्धिमान लोग क्या करेंगे? ഞാൻ ബുദ്ധിമാനാണ്, അതുകൊണ്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് അവർ ഗമണ്ട് പറയും. वो बुद्धिमान लोग स्वयं घमंड करेगा कि मैं बुद्धिमान है, मैं ज्ञानी है, इसलिए ये सब कुछ हुआ बोल के स्वयं उसका प्रशंसा लेगा. എന്നാൽ ഒരു മൂഢൻ എന്ത് പ്രശംസിക്കാൻ പറ്റും? परंतु एक मूर्ख व्यक्ति क्या प्रशंसा ഒരു करेगा? നിർബൽ വ്യക്തി, ഒരു കംസോർ വ്യക്തി എന്ത് പ്രശംസിക്കാൻ പറ്റും? एक निर्बल या एक कमजोर व्यक्ति वो अपने आप में क्या प्रशंसा ഒരു करेगा? ഒന്നുമില്ലാത്ത അവസ്ഥ, ഏറ്റവും കുലീന അവസ്ഥയുള്ള വ്യക്തി എന്ത് പ്രശംസിക്കാൻ പറ്റും? जो दरिद्र था, जो जिसके पास कुछ भी नहीं था, वो किस विषय में वो प्रशंसा करेगा? അവരുടെ പ്രശംസ കർത്താവ് മാത്രമേ ഉള്ളൂ. वो सिर्फ एक ही बात पर प्रशंसा करेगा, ओ प्रभु ने मेरे लिए सब कुछ किया, प्रभु को महिमा हो, प्रभु को महिमा देगा. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ इसलिए प्रभु का जन्म जब हम ये दुनिया में जीवन बिताता है, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യും. शायद कई काम हम अपने ज्ञान से करेंगे. അല്ല, ആ ബുദ്ധിപൂർവ്വത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, എത്ര നല്ല ബുദ്ധിയുണ്ട് എനിക്ക്. कई बार हम जो भी काम करता है अच्छा अपने दिमाग से करता है तो हम अपने आप को सोचता है कि मैं कितना बुद्धिमान है. അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണോ ദൈവം അത് നമ്മൾ ചെയ്തത്? क्या ऐसा बोलने के लिए या सोचने के लिए प्रभु ऐसा काम हमारे जीवन में किया? क्या നമ്മൾ എന്തോ പറയണ്ടേ? हम क्या बोलना चाहिए? നമ്മൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ. हम ये कहना चाहिए कि मैं अप्रयोग हमारा अप्रिय हमारा किसी प्रकार का अयोग्य दास. കർത്താവ് എന്ത് എന്നോട് പറഞ്ഞു അത് മാത്രം ഞാൻ ചെയ്തേ ഉള്ളൂ. प्रभु ने जो भी कहा मैं उतना ही किया है. ഞാൻ നമ്മൾ ലോകത്തിൽ ഏത് കാര്യം ചെയ്താലും ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ് നമ്മൾ ചെയ്യുവാണെങ്കിൽ, ആത്മാവിൽ നിറഞ്ഞ് ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. हम लोग जो भी काम करता है वो आत्मा की अगुवाई से करता है तो सबसे बड़ा आशीष की बात है. അല്ലേ? അതുകൊണ്ട് നമ്മൾ വചനത്തിൽ നമ്മൾ അധീനമായിരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ സഹായമുള്ള കാര്യമാണ്. इसके मतलब हम वचन की अधीन हो जाता है तो हमें प्रभु का अनुग्रह हमेशा मिलेगा. നമ്മൾ യെശയ്യാ പുസ്തകത്തിൽ വായിക്കുമ്പോൾ जब एशिया नबी की किताब में पढ़ता है, അവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വേറെ ഒരു ഗുണം നമ്മൾ നോക്കുന്നത്, यहाँ पर चुनौती पाया हुआ लोगों के बारे में और एक भी बात देखता है. അവിടെ ഐസായ 45:45 4-ാം വാക്യം, उसका 45 अध्याय का 4 वचन में हम पढ़ता है. 45 का 4, एंड दासना है याकूब
യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്റെ പേര് അല്ലെങ്കിൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. जब तू मुझे नहीं जानता था उस समय में मैंने तुमको चुन लिया करके कहा था. ഇല്ലേ, നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ടാണോ? ഞാൻ കർത്താവിന് ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്തു, അങ്ങനെയാണോ? मैं प्रभु को कुछ बात प्रभु के बारे में जानता है इसलिए प्रभु ने मुझको चुन लिया, ऐसा है क्या? അങ്ങനെ ഇല്ല പ്രിയപ്പെട്ട. कभी ऐसा नहीं. നമ്മള് ദൈവം ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന കൂട്ടത്തിലാണ്. हम प्रभु है क्या ये बात पर भी शंका करने वाले लोगों में था. ദൈവം ഉണ്ടെങ്കിലും ദൈവ ഭയം ഇല്ലാതെ ജീവിക്കുന്നവരായിരുന്നു. प्रभु होते हुए भी हम प्रभु का भय ना रह करके जीवन बिताने वाले लोग थे. ലോകത്തിന്റെ സുഖവും അതിന്റെ സന്തോഷത്തെ അത് എടുത്തിട്ട് ദൈവം വേണ്ടാന്ന് പറഞ്ഞ് അവനെ തുച്ഛ ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരായിരുന്നു. इस दुनिया की इच्छाओं को अपना इच्छा बना करके उसी खुशी में परमेश्वर का जरूरत नहीं बोल करके जीने वाले लोग थे. ദൈവം അറിയാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. हम प्रभु को जानते ही नहीं था, उस समय में प्रभु ने हमको चुन लिया. ഇല്ല, അത് ഏറ്റവും വലിയ എത്ര വലിയ അനുഗ്രഹമുള്ള കാര്യമല്ലേ? ये कितना आशीर्वाद की बात है. അപ്പൊ നമ്മൾ അതിന്റെ വേറൊരു വിശേഷത റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ इसी बात का और एक सविशेषता हम जब रोमियो का पत्री में पढ़ता है 9:11 നമ്മൾ വായിക്കുമ്പോൾ उसका 9 अध्याय का 11 वचन में हम देखता है. रोमियो का पत्री उसका 9 अध्याय उसका 11 वचन. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അപ്പൊ മക്കള് നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും മുമ്പേ തന്നെ അവന്റെ ഇലക്ഷൻ അവന്റെ തെരഞ്ഞെടുപ്പ് നിവൃത്തിയാകാൻ വേണ്ടിയിട്ടായിരുന്നു ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. बच्चे लोग बुरे या भले काम प्रकट होने से पहले ही प्रभु ने हमको चुन लिया. इसका मतलब प्रभु का चुनौती का महत्व प्रकट करने के लिए प्रभु ने चुना. ഇവിടെ യാക്കോബ് ഏശാവിനെ പറ്റിയിട്ട് പറയുവാണെങ്കിലും ये हमारे याकूब और एसाव के बारे में अगर कहे तो എന്നാൽ പൊതുവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. हम नीति में अगर हम देखेगा तो हम इस यहाँ पर चुनौती के ऊपर हम बात कर रहे हैं. കാരണം അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിവൃത്തിയാകുന്ന വിഷയത്തിലാണ്. അപ്പൊ വിളിക്കവന്റെ പ്രത്യേകതയാണ് ഇവിടെ നോക്കുന്നത്, പ്രവൃത്തി ചെയ്യുന്നവന്റെ അല്ല. यहाँ पर प्रभु का जो चुनौती के बारे में हम देख रहे हैं, यहाँ पर एक बात आधार वो जो चुनौती किया जाने वाला कामों के ऊपर नहीं. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അത് വേറെ കാര്യം. हम लोग चुनौती पाने के बाद में हम प्रभु के हित के अनुसार काम करना वो एक अलग बात है. എന്നാൽ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് തെറ്റാണ്. परंतु प्रभु मुझे चुने उसके लिए मैं अगर काम करेगा तो वो बात बिल्कुल गलत है. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. वो कभी संभव ही नहीं. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ബുദ്ധിമാന്മാരെ പ്രശംസിക്കത്തില്ലേ? फिर ऐसा है तो बुद्धिमान लोग वो अपने आप को प्रशंसा करेगा. എന്നാൽ ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഒരു ജഡവും ഒരു കാരണവശാലും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ദൈവം ഏറ്റവും നീചമുള്ള അവസ്ഥയെ ദൈവം തെരഞ്ഞെടുത്തത്. इसलिए प्रभु का चुनौती पाया हुआ कोई एक जन भी स्वयं प्रशंसा ना करने के लिए प्रभु ने नीच लोगों को चुन लिया. ഇല്ല, അപ്പൊ നമ്മൾ ഇത്ര നേരമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലായോ? इसका मतलब अभी तक हम जो चुनौती के बारे में बताए वो बातें आपको समझ में आया कि नहीं? നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? हमारा अवस्था क्या था? നമ്മൾ ദരിദ്രന്മാരായിരുന്നു, हम कंगाल थे, നമ്മൾ മൂഢന്മാരായിരുന്നു, हम मूर्ख थे, നമ്മൾ നിർബലന്മാരായിരുന്നു, हम निर्बल थे, നമ്മൾ ഒന്നും ഇല്ലായ്മ അവസ്ഥയിലായിരുന്നു, हम शून्य अवस्था में थे, നമ്മള് ശിശുക്കളായിരുന്നു, हम बच्चे थे, നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നു, हम प्रभु को नहीं जानते थे, നമ്മൾ നന്മയും തിന്മയും ഒന്നും ചെയ്തിട്ടില്ല. हम अच्छा और बुरा कुछ भी ഈ नहीं किया. എല്ലാ അവസ്ഥയിലും ദൈവം അതിന് മുമ്പേ തന്നെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. इन सारे अवस्थाओं से पहले प्रभु ने हमें चुन लिया. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ जब गलातियों का पत्री उसकी पहला अध्याय में പൗലോസ് സാക്ഷ്യം എന്താ പറയുന്നത്? प्रेषित पौलुस अपने जीवन के बारे में क्या गवाही देता है? उसका 15 എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. അപ്പൊ എന്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എന്നെ സെപ്പറേറ്റ് ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. यहाँ पर हम देखते हैं कि प्रेषित पौलुस गवाही देता है कि मेरा माँ का पेट से ही प्रभु ने मुझे अपने लिए अलग किया. ഇല്ലേ, പൗലോസിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിഷയം എത്ര അനുഗ്രഹമുള്ള കാര്യമല്ലേ? प्रेषित पौलुस का चुनौती एक कितना आशीर्वाद की बात है. ഇതേ വിഷയം യെരമ്യ എന്താ പറയുന്നത് അറിയോ? यही बात को जब यिर्मयाह ने भी क्या कहा था आपको मालूम? 1:5 उसका यिर्मयाह ने भी किताब उसकी पहला अध्याय उसकी 5 वचन में हम पढ़ता है. यिर्मयाह 1:5 में നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. മതി ഉരുവാകുന്നതിന് മുമ്പേ
जब तुम पेड़ में उत्पत्ति होने से पहले പൗലോസ് എന്ത് പറഞ്ഞു? पौलुस ने क्या कहा? ഞാൻ അമ്മയുടെ ഉരുവത്തിൽ തന്നെ, അപ്പൊ ആ സമയത്ത് എനിക്ക് രൂപം ഉണ്ടായിരുന്നു. मतलब पौलुस जो कहने के समय में मेरा पेड़ माँ का पेड़ में मुझे रूप था, मैं जन्म हो गया था. എന്നാൽ യരെമ്യാ അതിനേക്കാളും ഉത്തമമായ കാര്യം എന്താ പറയുന്നത്? यिर्मयाह उससे भी पहले बोलता है कि मेरा माँ के पेड़ में मैं जन्म होने से पहले, ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ, मैं जन्म होने से पहले ही. ഇല്ലേ? ഇനി പൗലോസ് വേറെ ഒരു സ്ഥലം എഫേസ്യ ലേഖനം 1:4 എന്താ പറയുന്നത്? जब यही बात को अगर एफेसियों का पत्री पहला अध्याय का 4 वचन में प्रेरित पौलुस क्या कहता है? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. इसका मतलब प्रभु का चुनौती के बारे में यहाँ पर हम देखते हैं कि जगत की उत्पत्ति से पहले हमें मसीह में चुन लिया. നമ്മൾ ഈ ഓർഡർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आपको ये रूट समझ में आया करके मैं विश्वास करता हूँ. ആദ്യം നമ്മൾ ദരിദ്രന്മാരായിരുന്നു. पहली बात हमारे चुनौती में हम कंगाल थे, നമ്മൾ മൂഢന്മാരായിരുന്നു, हम मूर्ख थे, ഒന്നും ഇല്ലായ്മയിലായിരുന്നു, हम शून्य थे, നമ്മൾ ശിശുക്കളായിരുന്നു, हम बच्चे थे. ഈ ശിശുക്കളുടെ അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല. और इस बचपना की अवस्था में हम प्रभु को जानते नहीं था. നമ്മൾ ഇവൻ നല്ല കാര്യം തിന്മ കാര്യം ചെയ്തിട്ടുമില്ല. हम भले बुरे कोई काम किया ही नहीं. അത് മാത്രമല്ല നമ്മൾ ഏറ്റവും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. इतना ही नहीं, जब हम माँ के पेट में थे उस समय में ही प्रभु ने हमें चुन लिया. രമ്യ പറയുന്ന അതിനു മുമ്പേ അമ്മയുടെ രൂപത്തിൽ രൂപമായി എടുക്കുന്ന സമയം മുമ്പേ തന്നെ അവൻ തെരഞ്ഞെടുത്തു. यिर्मयाह की किताब में प्रभु कहता है कि तुम्हारा माँ के पेट में उत्पन्न होने से पहले ही मैंने तुम्हें चुन लिया. അല്ല അത് ആ യരെമ്യായിൽ അവിടെ പറയാം പ്രത്യേകത എന്താ? അമ്മയുടെ രൂപത്തിൽ ഉദരാന്ന് മുമ്പേ എന്ന് പറയുമ്പോൾ അപ്പൊ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. इसका मतलब उस माँ का पेट में मेरा जन्म होने से पहले बोलने का अर्थ माँ जिंदा है. എന്നാൽ അത് അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപമായിട്ടില്ലെന്നോ? वो माँ का पेट में मेरा जन्म नहीं हुआ. ഇല്ല ഇല്ല അതിനേക്കാളും വിശേഷത എന്താ? ലോകം ഉണ്ടാകുന്ന മുമ്പേ തന്നെ. इससे भी बड़ी बात क्या है कि जगत की उत्पत्ति से पहले. ഇല്ലേ? നമ്മുടെ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയ പ്രത്യേകത മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. इसका मतलब हमें मिला हुआ चुनौती का सविशेषता या महत्व आपको समझ में आया करके मैं विश्वास करता हूँ. സന്തോഷം തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ये आपको आनंद देता है करके मैं आशा करता हूँ. ഇനി ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയവർ, अभी ये जो चुनौती जिसने जाना, ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയവർ ഇന്നലത്തെ ആ 4 പോയിന്റ് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹകരം. और कल का उन चारों बातों को अगर हम ध्यान करेगा तो सबसे बड़ी बात ഇല്ലേ? ദൈവം എന്റെ ഉള്ളിൽ, യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ പ്രഭു ആകാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നെ തെരഞ്ഞെടുത്തത്. प्रभु यीशु मसीह मेरा जीवन में प्रभुता करने के लिए प्रभु ने मुझको चुना. ദൈവം ഒരു കൂട്ടരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്തു. प्रभु उसको प्रेम करने के लिए प्रभु ने हमें चुना. ദൈവത്തിന്റെ കൃപ എന്നിൽ വളർന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തു. प्रभु का अनुग्रह मुझ में बढ़ते रहने के लिए प्रभु ने मुझको चुना. എന്നിട്ട് കർത്താവ് തിരിച്ചു വരുന്നവരെ അവൻ ഓർക്കാൻ വേണ്ടിയിട്ട് അതിനും ദൈവം എന്നെ തെരഞ്ഞെടുത്തു. प्रभु का आगमन, वापस आगमन जब वापस नहीं आता तब तक प्रभु का ध्यान करने के लिए मुझे चुना. ഇതെല്ലാം കാര്യത്തിൽ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും വിശേഷമായ ഒരു പ്രധാന കാര്യമാണ്. इसका मतलब इन सारे विषयों में प्रभु का चुनौती सबसे महत्वपूर्ण बात है. നമ്മൾ തെസ്സലോനിക്കയിൽ നമ്മൾ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ, जब पहला തെസ്സലോനിക്കयों में जब हम पहला अध्याय में जब पढ़ा था, നമ്മൾ 5ഉം 6ഉം നമ്മൾ വായിച്ചത് ആദ്യം. हमने 5 और 6 वचन को पढ़ा था. അത് നമ്മൾ 4ാം വാക്യം നമ്മൾ നോക്കുന്നത്. परंतु उसका 4 वचन में जब हम देखते हैं कि ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ട ഈ വിശുദ്ധന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അറിയുന്നുണ്ടോ? प्रभु के द्वारा प्रेम किया हुआ मेरे प्रिय भाइयों, आपकी चुनौती के बारे में आप जानते हैं ना? അല്ലേ? അത് പൗലോസ് ഒരു കാര്യം പറയുവാ. पौलुस उनको एक बात बताता है. തെസ്സലോനിക്കർക്ക് അവർ എന്തോ പറയുന്നത്? തെസ്സലോനിക്ക मंडली से वो क्या कहता है? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അറിയുന്നില്ലേ? आपका चुनौती आप जानते हैं ना? ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അറിയുന്നുണ്ടോ? ये चुनौती हम जानते हैं क्या? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ നമ്മുടെ എന്തായിരുന്നു നമ്മൾ അറിയുന്നുണ്ടോ? आज ये चुनौती के समय में हमारा अवस्था क्या था करके हम जानते हैं क्या? നമ്മൾ എപ്പോഴും വചനം ധ്യാനിക്കുമ്പോൾ, हम जब भी प्रभु का वचन ध्यान करता है അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ, या वचन सुनते हैं, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, या वचन पढ़ने के समय में या प्रार्थना करने के समय में, കർത്താവേ ഈ അവസ്ഥയിൽ വരാൻ വേണ്ടിയിട്ട് നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള വിഷയം കൂടെ ചേർത്താൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. हे प्रभु, आप मुझको इस अवस्था में आने के लिए मुझको चुन लिया, ये भी बात को समझ करके प्रभु को महिमा देगा तो बहुत ही अच्छी बात है. പ്രിയപ്പെട്ടവർ, അങ്ങനെ ചിന്തിച്ച് എല്ലാ പ്രവൃത്തികൾ ഇച്ചിരൂടെ അത് ഡബിൾ ശക്തിയോടെ നമുക്ക് ചെയ്യാൻ പറ്റും. अगर इस बात का एक विचार भी हमारे अंदर रहेगा तो
आज जो हम प्रभु की सेवा करते हैं उसका दुगना सामर्थ्य के साथ हम प्रभु का सेवा कर पाएंगे. ഞാനിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. मैं ऐसा बोलने के लिए एक कारण है. കാരണം ഇന്ന് നമ്മൾ വിശ്വാസികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ തെരഞ്ഞെടുപ്പിനെ മറന്നു പോവുക. आज हम बहुत से विश्वासियों के जीवन में हम देखते हैं कि उन्होंने अपनी चुनौती के बारे में भूल गया. നമ്മള് 1-2 പത്രോസ് 1:10 വാക്യത്തിൽ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്. जब दूसरा पत्रोस उसका पहला अध्याय का पहला वचन में पत्रोस एक बात कहता है. 1:10 उसका पहला पत्रोस दूसरा पत्रोस पहला अध्याय उसका 10 वचन में पत्रोस एक बात कहता है. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കും. അല്ലെങ്കിൽ അത് മുമ്പ് ഇനിയും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകുന്ന പറയുന്നത്. मतलब हम क्या करना चाहिए, मतलब हमारा चुनौती हमारा प्रभु ने जो बुलाहट किया चुनौती किया वो अगर हम नहीं परखेगा तो प्रभु का वचन कहता है कि नहीं तो हमें धोखा है. നമ്മള് ടോക്കറായിട്ട് നമ്മൾ വീഴും. हम ठोकर खा सकता है. അപ്പൊ അത് ധ്യാനിക്കുന്ന ഒരു കാര്യമല്ലേ? ये क्या ध्यान करने वाला एक विषय नहीं, ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ? ये ध्यान देने वाला बात है ना. അതുകൊണ്ട് നമ്മൾ കാര്യം മനസ്സിലാക്കണം. इसलिए हमें इन बातों को समझना चाहिए. നമ്മൾ യേശു ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ यदि हम प्रभु यीशु मसीह की ओर देखें, അവൻ തന്നെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കല്ലാണെന്ന് നമ്മൾ വചനം വായിക്കുന്നത്. हम प्रभु का वचन में देखते हैं कि वो चुना हुआ एक पत्र है. അപ്പൊ യേശു ക്രിസ്തുവും തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. प्रभु यीशु मसीह भी चुना हुआ पत्र है. അത് നല്ല ആഗ്രഹകാരിയല്ലേ? ये भी एक आशीर्वाद की बात है. എന്റെ മൂത്ത സഹോദരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. मेरा सबसे बड़ा भाई भी चुना गया. ആ ക്രിസ്തുവിൽ ഞാനും തെരഞ്ഞെടുക്കപ്പെട്ടു. और उस मसीह में मुझको भी चुनाया गया. ഏത് അനുഗ്രഹമുള്ള കാര്യമല്ലേ? ये कितना धन्यवाद है. കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്ക് മരിക്കാൻ വേണ്ടിയിട്ടാണ്. प्रभु यीशु मसीह को जो चुना गया वो हम पापियों के लिए मानव जाति के लिए मरने के लिए था. നമ്മളെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? परंतु हमें क्यों चुना? ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. प्रभु के लिए जीने के लिए, ആ പുത്രന്റെ രൂപത്തിൽ അനുരൂപരാകാനാണ്. उस पुत्र का अनुरूप बनने के लिए. യേശു തെരഞ്ഞെടുത്തത് നമ്മുടെ പഴയ മനുഷ്യനെ മരിപ്പിക്കാനാണ്. प्रभु यीशु मसीह को चुना कि हमारा पुराना मनुष्यत्व को खत्म करने के लिए. ഞാൻ എന്റെ പഴയ മനുഷ്യൻ ക്രൂശിൽ കർത്താവിൽ മരിച്ചു എന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി അവന്റെ രൂപത്തിൽ അനുരൂപരാകാൻ വേണ്ടി നമ്മൾ ജീവിക്കുക. जब मेरा जीवन में मेरा पुराना मनुष्य प्रभु के साथ सूली पर चढ़ाया गया, मारा गया, ये जानेगा, ये बात विश्वास करेगा, फिर मैं मसीह के लिए जीने के लिए तैयार हो जाएगा. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ का सुसमाचार 17 अध्याय में जो प्रभु यीशु मसीह की जो पिता के साथ का जो प्रार्थना के समय में അവിടെ 6-ാം വാക്യത്തിൽ उसका 6 वचन में हम देखते हैं, നീ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത് നീ ലോകത്തിൽ നിന്ന് ചില ആൾക്കാർ എനിക്ക് തന്നു. यहाँ पर प्रभु यीशु मसीह पिता से कहता है दुनिया से कुछ लोगों को तूने मुझको दिया. അവര് അതിന് ഇവിടെ തന്നെ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നുണ്ട്. यहाँ पर भी हम चुनौती देखता है ना. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്തായിരുന്നു? ये चुनौती पाया हुआ लोगों का खूबी क्या? അവർ ആദ്യം പിതാവിന്റെ കയ്യിലായിരുന്നു. वो पहले पिता के हाथ में था. പിതാവിന്റെ കയ്യിലായിരുന്നു അതിന്റെ അർത്ഥം എന്താ? पिता के हाथ में था, उसका अर्थ അവർ ന്യായവിധി നരകത്തിൽ പോകാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുവായിരുന്നു. वे लोग पाप की सजा का रूप में नरक में जाने के लिए नियुक्त लोग थे. എന്നാൽ പിതാവ് എന്ത് ചെയ്തു? परंतु पिता ने क्या किया? പുത്രന്റെ കൈ കൊടുത്തു. उनको पुत्र का हाथ में दिया. പുത്രൻ എന്ത് ചെയ്തു? पुत्र ने क्या किया? ക്രൂശിൽ അവർക്ക് വേണ്ടി മരിച്ചു. उनके लिए क्रूस पर सूली पर मरा. എന്നിട്ട് എന്ത് ചെയ്തി? इसके बाद में क्या हुआ? അവരെ രക്ഷയിൽ വഴിയിൽ കൊണ്ടുവന്നു. उन्हें उद्धार के मार्ग में लाया. എന്നിട്ട് അതിന്റെ 9-ാം വാക്യം उसका 9 वचन में पढ़ता है कि उसे 17 अध्याय का 9 वचन में ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ നമ്മള് 6-ഉം 9-ഉം വായിക്കുമ്പോൾ ദൈവത്തിന് ഉള്ളവരാണ് 2 പ്രാവശ്യം പറയുന്നുണ്ട്. यहाँ पर हम 6 और 9 वचन जब पढ़ता है तो हम प्रभु के थे करके हम लोग देखते हैं दोनों टाइम. പക്ഷെ 6-ാം വാക്യത്തിൽ പറയുന്നത് അവർ നിനക്ക് ആയിരുന്നു എന്നാ പറയുന്നത്. They were yours. हमारा यहाँ पर 6 वचन में वे तेरे थे करके लिखता है. എന്നാൽ 9-ാം വാക്യത്തിൽ പറയുന്നത് അവൻ നിന്റേത് ആണ്. परंतु 9 वचन में लिखा है कि वो तेरे ही थे. അല്ല, നിന്റെ ആപ്കാ ഹേ. हमारा आपका था, आपका है. കാരണം ആദ്യം ഥേയും ഇപ്പൊ ഹേ 2 വ്യാകരണം വേറെ വേറെ വ്യാകരണം. मतलब इसमें दोनों में जो प्रयोग जो है वो मतलब तेरे लिए था, ऐसा प्रयोग मलयालम में तेरे लिए था. और 9 वचन मतलब इसमें 9 वचन में आ गया तो बोलता है मतलब तेरा था. അത് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം ഭൂതകാലമാണ് 6-ാം വാക്യത്തിന്റെ. अगर हम ये मलयालम में भी ऐसा है, वो भूतकाल में ही लिखा है. 9-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇപ്പൊ വർത്തമാനം. 9 वचन में ये वर्तमान काल का प्रयोग में വർത്തമാन तुझे आहेत.
हाँ इप्पा अभी के लिए ഇപ്പത്തെ കാര്യം वो वर्तमान काल में 9ാം അപ്പൊ ഹിന്ദി में भी वैसे रहेगा ആ രണ്ടിന്റെ വ്യത്യാസം പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. मतलब ये दोनों का फर्क आपको समझाने के നമ്മൾ लिए പെട്ടെന്ന് വായിച്ചു പോയി നമ്മൾ ശ്രദ്ധിക്കത്തില്ല. अगर हम जल्दी पढ़कर जाएगा तो नहीं समझेगा. കർത്താവ് 2 പ്രാവശ്യം പറഞ്ഞു നിന്റെ തന്നെതാണെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയല്ല വായിക്കേണ്ടേ. मतलब वो 2 बार ऐसे कहा परंतु दोनों भागों में एक भूतकाल का रीति में है, एक वर्तमान का रूप में है. കാരണം ഭൂതകാലം 6ാം വാക്യത്തിൽ ഭൂതകാലം എന്ന് അവർ നിന്റേത് ആരെന്നു എന്ന് പറയുമ്പോൾ അവർ ന്യായവിധിക്ക് വേണ്ടി വെച്ചിട്ടുള്ളവരായിരുന്നു. मतलब जो तेरे थे ऐसा बोलने के समय में वो न्याय के लिए रखे हुए थे. എന്നാൽ 9ാം വാക്യത്തിൽ നിന്റേത് ആണ് തുമാരാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ഉദ്ദേശത്തിലാണ്. परंतु यहाँ पर वो हमारा तेरा ही थे ऐसे बोलने का अर्थ अभी जो चुनाव अवस्था में कंटिन्यूस टेंस में या वर्तमान युग की बात है. അപ്പൊ ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ अभी हम प्रभु का है. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? उसके लिए प्रभु ने क्या किया? ദൈവം നരകത്തിൽ പോകുന്നവരിൽ നിന്ന് ഒരു കൂട്ടരെ തെരഞ്ഞെടുത്ത് ക്രിസ്തുവിലാക്കി. इसका मतलब परमेश्वर ने मतलब जो नरक में जाने वालों में से कुछ लोगों को चुन करके मसीह में रखा. അല്ലെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായത്തിൽ जब യോഹന്ന का सुसमाचार 12 अध्याय में അതിന്റെ 32ാം വാക്യത്തിൽ വായിക്കുന്നത് जब उसका 32 वचन में पढ़ता है യോഹന്ന उसका 12 अध्याय का 32 वचन में ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലും ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ക്രൂശിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടരെ ഞാൻ എന്റെ സന്നിധിയിൽ ഞാൻ വലിക്കും. जब मैं सूर्य पर चढ़ाया जाएगा उस समय में चुने हुए लोगों को मैं मेरी ओर आकर्षित करूंगा. ഈ രക്ഷ എന്ന് പറയുന്നത് ലോകത്തിന് മൊത്തം ലോകത്തിലാണ്. ये उद्धार बोलेगा तो ये सारा संसार के लिए है. എന്നാൽ ഈ രക്ഷയെ വിശ്വസിച്ചില്ലെങ്കിൽ ആ ഉദ്ധാർ രക്ഷയുടെ പ്രയോജനം അവർക്കില്ല. परंतु अगर जो विश्वास नहीं करेगा उनको इसका प्रयोजन नहीं मिलेगा. ദൈവത്തിന് അറിയാം ആര് വിശ്വസിക്കുന്നു. और प्रभु जानता है कौन कौन विश्वास करेगा. അതുകൊണ്ട് അപ്പൊ ആ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള അതിൽ ഞാനും ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര അനുഗ്രഹമുള്ള കാര്യമല്ലേ. प्रियो अगर उस चुनौती में मतलब प्रभु ये जानता है कि मैं भी विश्वास करेगा उस चुनौती में मैं भी हूं करके जानने में ये कितना आशीर्वाद की बात है. യോഹന്നാന്റെ സുവിശേഷം 1ാം അധ്യായത്തിൽ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരുടെ ഇഷ്ടത്താലാണ് അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. यहाँ पर യോഹന്ന का सुसमाचार 12 अध्याय में ही जो हमारा नया जन्म के बारे में बोलेगा तो वहां पर किसकी इच्छा के अनुसार रह करके हम देखते हैं उसका 13 वचन में 1ന്റെ 12ഉം 13ഉം उसका 12 और 13 वचन അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്തിലല്ല പുരുഷന്റെ ഇഷ്ടത്തിലല്ല ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത് മലയാളത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്താൽ അത്രയെന്ന. അത് അപ്പൊ ദൈവത്തെ ആരൊക്കെ വിശ്വസിക്കുന്നു അവർക്ക് മക്കളാകാൻ അധികാരം കൊടുത്തു. जो भी प्रभु यीशु पर विश्वास करेगा उनको संतान होने का अधिकार मिला. എന്നിട്ട് ഈ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകതയാണ് 13ാം വാക്യത്തിൽ പറഞ്ഞത്. और जो भी विश्वास किया उनका खूबी 13 वचन में लिखा. അവർ രക്തത്താലല്ല वो लहू से नहीं ജഡത്തിന്റെ ഇഷ്ടത്താലല്ല शरीर की इच्छा से नहीं മനുഷ്യന്റെ ഇഷ്ടത്താലല്ല मनुष्य की इच्छा से नहीं എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്താലല്ല परमेश्वर की इच्छा से है. ഇല്ലേ ആ ഇഷ്ടത്തിൽ ഞാനും ഉണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സന്തോഷമുള്ള കാര്യമല്ലേ. प्रियो उस इच्छा में मैं भी था करके जानना ये कितना आनंददायक बात है. അപ്പൊ ആ ഇച്ഛയിൽ ഞാൻ ഉണ്ടെന്ന് ഞാൻ എന്റെ കർത്താവിനെ ഞാൻ കാണുമ്പോൾ കർത്താവേ എന്ന് ഞാൻ വിളിച്ചു പോകത്തില്ലേ. उस इच्छा में मैं भी था करके जब मैं जानेगा वो प्रकाश मिलेगा हे प्रभु करके हम नहीं पुकारेंगे. അങ്ങനെ വിളിക്കുന്നില്ലെങ്കിൽ അർത്ഥം ഞാൻ ദൈവത്തിന്റെ അല്ലാത്തോണ്ടല്ലേ. अगर नहीं पुकारता है तो इसका मतलब मैं प्रभु का नहीं है. इसका പ്രഭുയുടെ ആ കർത്താവ് ദൈവത്തിന്റെ ആയിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നതാണ്. अगर हम प्रभु का है तो जरूर है प्रभु करके हम पुकारेगा. നമ്മള് മത്തായി സുവിശേഷം 7ാം അധ്യായത്തിൽ जब मत्ती के सुसमाचार 7 अध्याय में അതിന്റെ 23ാം വാക്യത്തിൽ നമ്മൾ അവിടെ ഒരു കൂട്ടരെ കാണുന്നത് ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയത്തില്ല എന്നാണ് കർത്താവിന്റെ ഒരു വാക്ക് പറയുന്നത്. यहाँ पर 7 अध्याय का 23 वचन में मतलब प्रभु प्रभु कहने वाला कुछ लोगों को प्रभु बोलता है कि मैं तुम्हें कभी नहीं जानता. അല്ലെ അവർ പ്രഭു കർത്താവെ കർത്താവ് എന്ന് വിളിച്ചിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ വന്നത്. वे लोग प्रभु प्रभु कहते हुए प्रभु की उपस्थिति में आया. കർത്താവിന്റെ നാമത്തിൽ അവർ അത്ഭുതം വീരകാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചു. वे लोगों ने प्रभु के नाम पर बड़े बड़े चिन्ह चमत्कार भी किया. എന്നാൽ അവർ കർത്താവ് പറഞ്ഞു ഞാൻ അവരെ അറിയുന്നില്ലെന്ന്. परंतु प्रभु ने उनको कहा मैं तुम्हें कभी नहीं जानता. എന്നാൽ കർത്താവ് അറിയുന്നവരുടെ പ്രത്യേകത കർത്താവ് ആരെ അറിയുന്നത്. परंतु प्रभु किसको जानता है. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 13ാം അധ്യായം जब യോഹന്ന का सुसमाचार उसका 13 अध्याय അതിന്റെ 18ാം വാക്യത്തിൽ उसका 18 वचन में അതിന്റെ ഇംഗ്ലീഷ് ബൈബിളിലെ ഇടയ്ക്കാണ് എഴുതിയിരിക്കുന്നത് ഞാൻ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ അറിയുന്നു എന്നൊരു വാക്ക് അങ്ങനെ വരണം. यहाँ पर जब इंग्लिश में ऐसे लिखा मैं चुनाव लोगों को मैं जानता हूँ ऐसा है. മലയാളത്തിൽ അങ്ങനെ ഇല്ലേ. नहीं ഞാൻ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ അറിയുന്നു. मतलब मैं जिसको चुना मैं उनको जानता हूँ ഇല്ലേ. അതിന്റെ അർത്ഥം കർത്താവ് ആർക്കാ അറിയുന്നത്. मतलब प्रभु किसको जानता है. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ. उसका चुना हुए लोगों को. തെരഞ്ഞെടുക്കപ്പെടാത്തവരാണെങ്കിലോ अगर चुना हुआ नहीं है तो കർത്താവെ ഞാൻ നല്ല കാര്യം ചെയ്തു
प्रभु मैं अच्छा काम किया, ഞാൻ നിന്റെ നാമത്തിൽ ദുഷ്ടാത്മാവിനെ പുറത്താക്കി, तेरे नाम से मैंने दुष्टात्माओं को निकाला, എന്നാൽ പുതിയ ജന്മം ഇല്ല, परंतु नया जन्म नहीं हुआ, രക്ഷിക്കപ്പെട്ടിട്ടില്ല. उनका उद्धार नहीं हुआ. കാരണം രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് അറിയുന്നുള്ളൂ, क्योंकि जिनका भी उद्धार हुआ उनको प्रभु जानता है, രക്ഷിക്കപ്പെടാത്തവരെ കർത്താവ് അറിയുന്നില്ല. जो उद्धार नहीं पाया उनको प्रभु नहीं जानता. അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മകനായിട്ട് ദൈവം അവരെ അറിയുന്നില്ല എന്ന രീതിയിലാണ്. मतलब जो नहीं जानता इसका मतलब प्रभु अपना बेटे के रूप में नहीं जानता, ऐसे तो सारे दुनिया का सारे बात को प्रभु जानता है. കാരണം ഈ അവിടെ എന്താ എഴുതിക്കുന്നത്, നിങ്ങളുടെ പിതാവിന്റെ ഹിതം നിങ്ങൾ ചെയ്യുന്നില്ല, क्योंकि तुम्हारा पिता की इच्छा को तुम नहीं निभाते. പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ പിതാവ് അവരെ അറിയുന്നില്ലേ, पिता की इच्छा निभाने वालों को पिता नहीं जानता क्या? ദൈവം അവരുടെ പിതാവായി മാറി. वो परमेश्वर उनका पिता बन गया. ഇല്ലേ, അത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. ये कितना आश्चर्य की बात है. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ ये चुनौती जानने के बाद ഞാൻ പെട്ടെന്ന് ഈ യേശുവിനെ യേശു എന്ന് വിളിക്കത്തില്ല, പെട്ടെന്ന് അവനെ പ്രഭു എന്ന് വിളിക്കും. इस चुनौती जानने के बाद में मैं कभी मतलब प्रभु यीशु को यीशु नहीं बोलेगा, मैं प्रभु करके कहेगा, उसका 5 साल में गिरेगा. എന്നിട്ട് ഞാൻ എന്ത് പറയും, കർത്താവെ അങ്ങാണ് ആദ്യം ഈ അടിയനെ സ്നേഹിച്ചെന്ന് പറയും. इसके बाद में मैं क्या बोलेगा, हे प्रभु आपने मुझे निर्गुण को मुझे गुलाम को प्रेम किया करके बोलेगा. കാരണം കർത്താവ് ആദ്യം സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കറിയാം എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. यदि प्रभु मुझको अगर प्यार नहीं किया हो तो मैं जानता है कि मैं प्रभु को प्यार नहीं कर ഈ സ്നേഹത്തെ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ കർത്താവേ. ओ प्रभु आपका इस अगपे प्यार को जानने के लिए प्रभु आपने मुझको चुन लिया. എന്നിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യും, अभी मैं क्या करेंगे, ഈ സ്നേഹത്തിൽ നിന്ന് ഞാൻ നിലനിൽക്കും. ये स्नेह प्रेम में बना रहेगा. ഈ സ്നേഹത്തിൽ നിലനിന്നാൽ നിന്റെ അനുഗ്രഹം എന്നിൽ, നിന്റെ കൃപ എന്നിൽ വളരും. इस प्रेम में बना रहेगा तो प्रभु का अनुग्रह मुझ में बढ़ते जाएगा. ഇല്ല, ഞാൻ ഇന്നലത്തെ പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. मैं कल का बातें आपको बता रहा है. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നലത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ പ്രയോജനമാവുള്ളൂ. कल का संदेश जिसने सुना उनको ये अधिक प्रयोजन देगा. അപ്പൊ ഞാൻ ഈ കൃപയിൽ വസിക്കുന്ന എത്ര നാള് ഞാൻ വസിക്കും, मैं इस अनुग्रह में कितना दिन बना रहेगा, കർത്താവ് വരവോളം. प्रभु के आगमन तक. നാലാമത്തെ പോയിന്റ് അതായിരുന്നു. चारों मानो विषय वही था. ഞാൻ കർത്താവ് വരുവോളം ഞാൻ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ അനിഷ്ടോണ്ടിരിക്കുക. प्रभु का आगमन तक मैं प्रभु को प्रेम करते हुए प्रभु का खोज में लगा रहेगा. ഇതെല്ലാ അവസ്ഥയ്ക്ക് വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ये सारे अनुभव पाने के लिए प्रभु ने मुझे चुन लिया. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിൽ എന്താണെന്നറിയോ, അവിടെ എഫെസ്യർ ലേഖനം 1:3 പറയുന്നത് അവൻ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സകല അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിച്ചു എന്നുമുണ്ട്. इस चुनौती में एफेसियों 1:3 में क्या लिखा कि स्वर्ग का सारे आत्मिक अनुग्रह में हमें मसीह में प्रभु ने आशीष दिया. ഇല്ലേ, അത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കേ ഉള്ളേ, ये सबके लिए नहीं, चुनाव लोगों के लिए. അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. इसका मतलब उद्धार पाए लोगों के लिए. അപ്പൊ ഇത് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ രക്ഷനെ, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഉറപ്പാക്കണം. इसका मतलब आज भी हम वचन सुनने के समय में हमारा उद्धार, हमारा नया जन्म ये हमें पक्का करना चाहिए. കാരണം ഇത് എങ്ങനെ, ഇത് അയവറക്കുന്നവർക്കേ ഇത് പെട്ടെന്ന് സന്തോഷം കിട്ടത്തുള്ളൂ. जो व्यक्ति उसको रबंद करेगा, उसको आजमाएगा, वही व्यक्ति ये बात को समझेगा. കാരണം അവർക്കാണ് കൂടുതൽ സന്തോഷം. क्योंकि उनको ज्यादा आनंद है. കൂടുതൽ സന്തോഷിക്കുന്നവർ ദൈവത്തിന് വേണ്ടി കൂടുതൽ സ്നേഹിച്ച് കൂടുതൽ ജീവിക്കും. जिसको ज्यादा आनंद है वो प्रभु को ज्यादा प्रेम भी करेंगे, प्रभु का सेवा भी करेंगे. അതല്ല, നമുക്ക് അതല്ലേ വേണ്ടത്, हमें वही चाहिए ना, ദൈവത്തിന് അതാ വേണ്ടി. प्रभु को वो चाहिए. കാരണം അവൻ പുത്രന്റെ രൂപത്തിൽ അനുരൂപരാക്കണം. हमारा बारे में प्रभु का आखिरी योजना क्या है, हमें पुत्र के जैसा बनाना. അതിന് ഒരു വാക്യം കൂടെ മാത്രം വായിക്കാൻ ആഗ്രഹിക്കും. एक और वचन पढ़ करके समाप्त करना चाहता हूँ. पहला यूहन्ना उसका 3 अध्याय का 2 वचन. पहला यूहन्ना उसका 3 अध्याय उसका 2 वचन. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നമ്മൾ അവനെ പോലെ സദൃശത്തിൽ മാറും. जब आप प्रकट होगा उस समय में हम भी उसकी जैसा बनेगा जैसे वो है. എന്നാൽ അങ്ങനെ ആകണമെങ്കിൽ वैसा बनना है तो നമ്മൾ അവനെ സ്നേഹിച്ചോണ്ടിരിക്കണം. हम उसको प्रेम करते ही रहना. അവന്റെ വരവോളം അവനെ സ്നേഹിച്ചോണ്ടിരിക്കണം. उसके आगमन तक उसकी प्रेम में बना रहना. അവൻ വരവോളം അവന്റെ പ്രഭുത്വനെ നമ്മൾ മുറുകെ പിടിക്കണം. उसके आगमन तक यीशु मसीह को अपना जीवन में अपना प्रभुता देना. അവൻ വരുവോളം നമ്മുടെ അനുഗ്രഹത്തിൽ നമ്മൾ വീണ് പോവല്ലേ. उस आगमन तक उस अनुग्रह से वंचित नहीं होना. ഇല്ലേ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ കൃപയിൽ നമ്മൾ വീണ് പോകുന്നത്. कितनी बार हम देखते हैं कि लोग अनुग्रह से वंचित हो जाता है. എന്നാൽ അങ്ങനെ ആകില്ലേ, परंतु हम ऐसे नहीं होना. അവന് വരുവോളം നമ്മൾ വിശ്വാസത്തിൽ മുറുകെ ഇരിക്കുക. हम उसके आगमन तक विश्वास में बना रहे. ദൈവം നമ്മളെ സഹായിക്കട്ടെ. प्रभु हमें आशीष दे. പ്രൈസ് ദി ലോർഡ്. प्रभु का अनुग्रह सबके साथ हो. ആമേൻ.